Hello, my dear BCom students. Welcome. Myself, Vrindavani. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തുമായിരുന്നു പഠിച്ചത്? ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് മൊഡ്യൂൾ 1 ആയിരുന്നു പഠിച്ചത്. മൊഡ്യൂൾ 1 നമുക്കറിയാം മിസ് പഠിപ്പിച്ചായിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെർമിനോളജീസ് ആണ് നമ്മൾ അവിടെ പഠിച്ചത്. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്താണ് നമ്മൾ അവിടെ പഠിച്ചത്? നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ എന്താണ് ഓൺട്രപ്രണർ, എന്താണ് ഓൺട്രപ്രണർഷിപ്പ്, അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള ടേംസ് ആയിരുന്നു നമ്മൾ അവിടെ പഠിച്ചത്. പക്ഷേ ഇനി നമ്മൾ വരുന്ന എങ്ങോട്ടാണ്? ഇനി നമ്മൾ മൊഡ്യൂൾ 2 വരുമ്പോൾ ഓൺട്രപ്രണേറിയൽ എൻവയോൺമെന്റ് കണ്ടോ, നമ്മൾ ഹെഡിങ് ഒക്കെ എഴുതി വളരെ ഭംഗിയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഓൺട്രപ്രണേറിയൽ എൻവയോൺമെന്റിൽ പഠിക്കാൻ പോകുന്ന എന്താണ് കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട്. നേരെ നമ്മളൊരു ഓൺട്രപ്രണർ ആരാവണം, ഒരു ഓൺട്രപ്രണർ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് വേണം, ഒരു ഓൺട്രപ്രണർ എന്തായിരിക്കണം, അങ്ങനെയൊക്കെ ജസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇന്ന ക്യാരക്ടറിസ്റ്റിക്സ് വേണം, ഇല്ല ഇന്ന ട്രേറ്റ്സ് വേണം, എന്നാൽ മാത്രമേ നമുക്കൊരു ഓൺട്രപ്രണർ ആവാൻ പറ്റൂ എന്നൊക്കെ വളരെ ഡിസ്കസ് ചെയ്തു. പക്ഷെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. ശരി, മിസ് ഒരു ബിസിനസ് തുടങ്ങാൻ പോകും. അപ്പം മിസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയായിരിക്കും? ഫാമിലി ഇൻഫ്ലുവൻസ് ചെയ്യും, സൊസൈറ്റി ഇൻഫ്ലുവൻസ് ചെയ്യും, എക്കണോമി, അത് കഴിഞ്ഞാൽ ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഒരു ബിസിനസ്സിനെ എന്ത് ചെയ്യും, ഒരു ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യും. ആ ഫാക്ടേഴ്സ് ആണ് നമ്മൾ എവിടെ പഠിക്കുന്നത്? മൊഡ്യൂൾ 2 പഠിക്കുന്നത്. അപ്പം നമ്മൾ മൊഡ്യൂൾ 2 എന്താ പഠിക്കുന്നത്? മൊഡ്യൂൾ 2 പഠിക്കുന്നത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു ഓൺട്രപ്രണറിനെ അഫക്റ്റ് ചെയ്യുന്നത്. അതാണ് ഓൺട്രപ്രണേറിയൽ എൻവയോൺമെന്റ് എന്ന പേര് തന്നെ ഈ മൊഡ്യൂളിന് കൊടുത്തേക്കുന്നത്. സാഹചര്യം, സന്ദർഭം, ചുറ്റുപാട്, എങ്ങനെയൊക്കെയാണ് ഒരു ഓൺട്രപ്രണറിനെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് വളരെ ഭംഗിയായിട്ട് നമ്മൾ വളരെ ഈസി ആയിട്ട് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം എന്താണ് ഓൺട്രപ്രണേറിയൽ എൻവയോൺമെന്റ് എന്ന് പഠിച്ചു. പക്ഷെ ആദ്യം മനസ്സിലാക്കി ഇതൊരു നാരോ കോൺസെപ്റ്റ് ആണ്. അതായത് മിസ് ഇപ്പം ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു. അപ്പം മിസ്സിന് എന്തൊക്കെയാണ് വേണ്ടത്? മിസ്സിന് എന്തായാലും മിസ്സിന് ഒരു ഫണ്ട് വേണം. ആദ്യം എന്താ വേണ്ടത്? മിസ്സിന് ഒരു ചെറിയൊരു ഫണ്ടെങ്കിലും വേണം. നല്ല മിസ് ഏത് ബിസിനസ്സാണ് തുടങ്ങാൻ പോകുന്നതെന്ന് മിസ്സിന് മനസ്സിലാവും. ഓക്കെ, ഒരു ഇല്ലെങ്കിൽ എക്കോണമിക് ഫാക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഫണ്ടാണ് വേണ്ടത്. ശരി, നമുക്ക് എന്ത് ഇപ്പം മിസ് 1,00,000 രൂപയുടെ ബിസിനസ് ആണ് തുടങ്ങാമെങ്കിൽ ക്യാപിറ്റലായിട്ട് മിസ്സിന് വേണ്ട എന്തെങ്കിലും. അപ്പം നമുക്ക് ആദ്യം ക്യാപിറ്റൽ വേണം. ഓക്കെ, ക്യാപിറ്റൽ വേണം. അത് കഴിഞ്ഞ് മിസ്സിന് എന്ത് വേണം? മിസ് ഇപ്പം തുടങ്ങാൻ പോകുന്ന ബിസിനസ് എന്ന് പറയുന്നത് ബേക്കറി ആണ് എങ്കിൽ നമുക്ക് അവിടെ ഒരു റെന്റിനോ ഇല്ലെങ്കിൽ നമുക്കൊരു കട വേണം, ഒരു ഷോപ്പ് വേണം. എന്നാൽ മാത്രമേ അത് റൺ ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ. ഒരു ബിസിനസ് യൂണിറ്റ് റൺ ചെയ്യിക്കാൻ പറ്റും. അതിന് ലേബേഴ്സ് വേണം, പൊളിറ്റിക്കൽ ലീഗൽ, അതായത് സൊസൈറ്റി ഫാക്ടേഴ്സ് ആണ്. അതായത് ആ സമൂഹത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ളവർ കേക്ക് കഴിക്കുന്നവരായിരിക്കണം. ആ കേക്ക് ഒന്നും കഴിക്കാത്തടത്ത് കൊണ്ട് മിസ് ഈ കട ഇട്ട് വല്ല കാര്യമുണ്ട്? ആരും വാങ്ങിച്ച് കഴിക്കില്ല. അപ്പോൾ മിസ് ഒരു കട ഇടുമ്പോൾ അത് ചിന്തിക്കണം. ഓക്കെ, ഇവിടെ കേക്ക് ഇല്ലെങ്കിൽ കേക്കിന് നല്ല ഡിമാൻഡുണ്ട്, കേക്ക് ഇങ്ങനെ പുതിയ വെറൈറ്റി കേക്ക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ എന്ത് പറ്റും? അത് ഇവിടെ സോൾഡ് ആവും ഇല്ലെങ്കിൽ സെല്ലാവും എന്ന് മിസ്സിന് അത് മനസ്സിലാക്കണം. അപ്പം മിസ്സിൻ്റെ ബിസിനസ് തുടങ്ങാൻ അഫക്റ്റ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ടോ? അതാണ് എന്ത് ഓൺട്രപ്രണേറിയൽ എൻവയോൺമെന്റ് എന്ന് സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ സിമ്പിൾ കോൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ ഇതൊരു വൈഡർ ആയ കോൺസെപ്റ്റ്, വളരെ ചെറിയ കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റിൽ എന്താ പറയുന്നത് നോക്കിക്കോ. ഈ കോൺസെപ്റ്റിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് എൻകറേജ് ചെയ്യാണ്, ഒരു ഓൺട്രപ്രണർഷിപ്പിനെ എൻകറേജ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതിപ്പം ഈ പറയുന്നോട്ട് എന്താ പറയുന്നത്, ബിസിനസ്സിനെ എന്തൊക്കെയാണ് മക്കളെ ബിസിനസ്സിനെ എന്താണ് സക്സസ്ഫുള്ളി എൻകറേജ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? നമുക്കറിയാം, ഓപ്പർച്യൂണിറ്റി, ചാലഞ്ചിനെ ഓവർകം ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. ഇപ്പം എനിക്ക് നല്ല മോട്ടിവേഷൻ എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ മിസ് വളരെ സ്ട്രോങ് ആണ്. ഇന്ന് തന്നെ ബിസിനസ് മിസ് ഇട്ടിരിക്കും. അപ്പം അതുപോലത്തെ ഒരു മോട്ടിവേഷൻ ആവട്ടെ, ചാലഞ്ചസ് ഒക്കെ ഓവർകം ചെയ്യാൻ ഒരു ഡിറ്റർമിനേഷൻ ആവട്ടെ, ഇതുപോലത്തെ ചെറിയ ഫാക്ടേഴ്സ് മിസ്സിനുണ്ടെങ്കിൽ മിസ് ബിസിനസ് തുടങ്ങും. അതിനെയാണ് നമ്മൾ ഓൺട്രപ്രണേറിയൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊന്ന് വായിച്ചു നോക്കിയല്ലോ ഡെഫിനേഷൻ എന്ന് വന്നത് കണ്ടോ. ഓൺട്രപ്രണേറിയൽ എൻവയോൺമെന്റ് റിഫേഴ്സ് ടു ദ കോമ്പിനേഷൻ ഓഫ് എക്കണോമിക്, സോഷ്യോ കൾച്ചറൽ, ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. അതൊക്കെ എക്കണോമിക്, സോഷ്യോ കൾച്ചറൽ, അതായത് കൾച്ചറിനെ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ടാണ് വെച്ചേക്കുന്നത്. സോഷ്യോ കൾച്ചറൽ, ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, ഇതെല്ലാം എന്തിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? ഒരു ഓൺട്രപ്രണേറിയൽ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് വരുന്നത്. എന്തിന്? ഇൻഫ്ലുവൻസ് ആൻഡ് ഇൻഡിവിജ്വൽസ് എബിലിറ്റി. മിസ്സിനിപ്പോൾ ഇത് തുടങ്ങണമെങ്കിൽ മിസ്സിനിപ്പം ഗവൺമെന്റ് പറയാം ഒരു വുമൺ ഓൺട്രപ്രണർ ആണ്, ഇത്ര സബ്സിഡിയിൽ എന്തെങ്കിലും ഇൻസെന്റീവ് കിട്ടും എന്ന് മിസ്സിന് തോന്നുവാണെങ്കിൽ മിസ് വളരെ ഹാപ്പി അല്ലേ? അപ്പം പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. സൊസൈറ്റി, സമൂഹം, നമ്മുടെ ചുറ്റുമുള്ള നമ്മളെ എൻകറേജ് ചെയ്യുന്നു. അപ്പം അത് വലിയൊരു കാര്യമാണ്. അതെന്ത് എൻ്റെ വില്ലിങ്നെസ്സിനെ അതെന്ത് ചെയ്തു? അഫക്റ്റ് ചെയ്തു. അപ്പം വളരെ സിമ്പിൾ ആയിട്ട് പറയുന്ന ഓൺട്രപ്രണേറിയൽ എൻവയോൺമെന്റ് എന്താണ്? കോമ്പിനേഷൻ ആണ്. എക്കണോമിക്, സോഷ്യോ കൾച്ചറൽ, ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ദാറ്റ്
ഇൻഫ്ലുവൻസ് ആൻഡ് ഇൻഡിവിജ്വൽസ് എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു എൻഗേജ് ഇൻ ഓൺടർപ്രണീരിയൽ ആക്ടിവിറ്റീസ്. ഇപ്പം മിസ് ഒരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോൾ മിസ്സിന് ഇതൊക്കെ വളരെ ഫാക്ടേഴ്സ് എല്ലാം വളരെ ഭംഗിയായിട്ട് ഒത്തു വരികയാണെങ്കിൽ എന്താണ് ഇവിടെ പറയുന്നത്, മിസ് ഒരു ഓൺടർപ്രണർ ആവും. അപ്പം അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു നാരോ കോൺസെപ്റ്റ് ആണ് ആദ്യം മനസ്സിലാക്കണം. എന്താണ് നാരോ കോൺസെപ്റ്റ് ആണ്. ഓക്കെ നമ്മളത് പഠിച്ചു. ഇനി പോസിറ്റീവ് ഫാക്ടേഴ്സ്. ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ മിസ്സിന് ഇതെല്ലാം വളരെ പോസിറ്റീവ്. ബിസിനസ് തുടങ്ങി മിസ്സിന് ക്യാപിറ്റൽ ഉണ്ട്, മിസ് പൊളിറ്റിക്കലി ഇല്ലെങ്കിൽ ലീഗലി ഗവൺമെന്റിൽ നിന്ന് കുറേ സ്കീംസ് മിസ്സിന് കിട്ടി, സൊസൈറ്റി സമൂഹം ചുറ്റുമുള്ളവരെ വളരെ എൻകറേജിങ് ആണ്. അപ്പോൾ മിസ് വളരെ പോസിറ്റീവ് ആണ്. അപ്പോൾ മിസ് വിചാരിച്ചു ഇന്ന് തന്നെ ബിസിനസ് തുടങ്ങാം, നാളെ തന്നെ എനിക്ക് പ്രോഫിറ്റ് കിട്ടുമെന്ന്. പക്ഷേ നെഗറ്റീവായിട്ട് വന്നൂടെ? ഇപ്പം മിസ് ബിസിനസ് തുടങ്ങാം, അപ്പോൾ മിസ്സിന് ക്യാപിറ്റൽ കിട്ടിയില്ല, ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, കട കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. സമൂഹത്തിന് ചുറ്റുമുള്ളവർ പുച്ഛിച്ചു. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞു ഈ ബിസിനസ് ചെയ്യേണ്ട, ഈ പണിക്ക് നീ പോവരുത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? നമുക്ക് അതിന് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ നെഗറ്റീവ് ഫാക്ടേഴ്സ്, ഈ നെഗറ്റീവില് അത് നമ്മളെ എന്താണ് വില്ലിംഗ്നെസ്സിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. ഇതാണ് പോസിറ്റീവ് ഫാക്ടേഴ്സ്, നെഗറ്റീവ് ഫാക്ടേഴ്സ്. വളരെ സിമ്പിളാണ്. അപ്പോൾ മക്കളെ നമ്മളിവിടെ എന്താ മേളിൽ ഡിസ്കസ് ചെയ്തത്? ഒരുപാട് ഫാക്ടേഴ്സ് ഒരുപാട് ഫാക്ടർ അഫക്റ്റ് ചെയ്യുന്നു. എന്തൊക്കെയാണ്? ഒന്ന് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, ഗവൺമെന്റ് പോളിസി. ഗവൺമെന്റ് ഇപ്പോൾ ഒരു പുതിയ പോളിസി കൊണ്ടുവരിക, അതായത് 1 ലക്ഷം രൂപയ്ക്ക് കൂടുതൽ സെയിൽസ് വരുവാണെങ്കിൽ ഫുൾ ടാക്സ് അടയ്ക്കണം എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ ഇതൊക്കെ? ഇങ്ങനെ ടാക്സ് ഡെയിലി കൂട്ടുവാണെങ്കിൽ ഓരോ സാധനങ്ങൾക്ക്, അതെ, അങ്ങനത്തുള്ള പ്രശ്നങ്ങൾ അതൊക്കെ എവിടെയാണ് വരുന്നത്? പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, ഗവൺമെന്റ് പോളിസീസ്, അതൊക്കെ ഗവൺമെന്റ് കൊണ്ടുവരുന്ന പോളിസീസ് ആണ്. അടുത്തതോ പ്രസൻസ് ഓഫ് എക്സ്പീരിയൻസ്ഡ് ഓൺടർപ്രണേഴ്സ്. അതെ, ഇപ്പൊ എൻ്റെ ഫാമിലിയിൽ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരുപാട് ഓൺടർപ്രണേഴ്സ് ഉണ്ടെങ്കിൽ മിസ്സിന് എന്താണ്, മിസ്സിന് അവർ പോയി ചോദിച്ചാൽ പോരെ, ഞാൻ ഈ ബിസിനസ് തുടങ്ങാൻ പോകുന്നുണ്ട്, എനിക്ക് 5-6 സജഷൻസ് ഒക്കെ തരൂ എന്ന് വെറുതെ പോയി ചോദിച്ചാൽ മതി. അപ്പോൾ എന്താണ് ഇവിടെ? അപ്പം അതാണ് പറഞ്ഞത്, പ്രസൻസ് ഓഫ് എക്സ്പീരിയൻസ്ഡ് ഓൺടർപ്രണേഴ്സ് ഓർ സ്കിൽഡ് ലേബേഴ്സ്. ശരി, ഇനി അടുത്ത ആക്സസിബിലിറ്റി ഓഫ് സപ്ലൈസ്. മിസ് ഇപ്പോൾ ഒരു ബേക്കറി ആവട്ടെ, ഇല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ആവട്ടെ, എന്ത് തുടങ്ങിയാലും ഇത് സപ്ലൈ ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും നമുക്ക് എന്ത് വേണം? ആളുകൾ വേണം. ഇല്ലെങ്കിലും എന്ത് പറ്റും? ഇതൊക്കെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓൺടർപ്രണീരിയൽ എൻവയോൺമെന്റ് ആണ്. അതായത് ആ ഒരു സാഹചര്യം, ഈ സന്ദർഭത്തെ എന്തൊക്കെ അഫക്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ അവിടെ സപ്ലൈ ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ആളില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ സാധനങ്ങൾ അവിടെ തന്നെ ഇരിക്കും, ആരും കൊണ്ടുപോകത്തില്ല. ഓക്കെ, ഇനി സോഷ്യൽ റെക്കഗ്നിഷൻ ഫോർ ഓൺടർപ്രണർ അത് ചെയ്താൽ മാത്രം പോരാ, അയാളെ 4 പേര് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ആ ഒരു ഗുഡ് വില്ല് വളരത്തുള്ളൂ. ഇല്ല, ആ ഒരു കമ്പനി എന്താണ്, ഇല്ലെങ്കിൽ അത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, എങ്ങനെ മനസ്സിലാകുന്നത്? സൊസൈറ്റി എന്ത് വേണം? സോഷ്യൽ റെക്കഗ്നിഷൻ ഫോർ ഓൺടർപ്രണർ. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, നമുക്ക് ഒന്ന് വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അടുത്ത എന്താ? ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. അതായത് എൻ്റെ ഫാമിലിയിൽ എല്ലാവരും ബിസിനസ്സാണ് ചെയ്യുന്നത്, ഞാൻ ബിസിനസ് ചെയ്യുന്നു, വളരെ ഈസി അല്ലേ? ആ ഒരു സാഹചര്യം, സന്ദർഭം എനിക്ക് വളരെ ഈ ഫാക്ടർ എങ്ങനെ വന്നു? വളരെ പോസിറ്റീവായിട്ട് വന്നു, അതുകൊണ്ട് ഞാൻ ബിസിനസ്സിലേക്ക് വരുന്നു. അത് വളരെ ഡയറക്റ്റ് ഒരു എൻട്രി ആണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നിക്കൽ നോളജ്. അതായത് ടെക്നിക്കലി എനിക്ക് വളരെ അറിവുണ്ട്. സ്റ്റാൻഡേർഡ് ഓഫ് നോളജ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ, ഒരുപാട് വിദ്യാഭ്യാസം. അതായത് എന്താണോ ഞാൻ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യം ഉണ്ടെങ്കിൽ എന്താണ് അവിടെ ആ കാര്യം ഓൺടർപ്രണറിയൽ, അതായത് ഒരു ഓൺടർപ്രണറിനെ ആ സാഹചര്യം പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്തു. അതൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്തത് ബിസിനസ് എൻവയോൺമെന്റ്. മക്കളെ, ബിസിനസ് എൻവയോൺമെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലാക്കുന്നത് ഇതൊരു വൈഡർ കോൺസെപ്റ്റ് ആണ്. എന്ത് കോൺസെപ്റ്റ് ആണ്? വൈഡർ കോൺസെപ്റ്റ് ആണ്. എന്തുകൊണ്ട് വൈഡർ? ആദ്യം മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ബിസിനസ് എൻവയോൺമെന്റിന് ഒരു വൈഡർ കോൺസെപ്റ്റ്, ഇല്ലെങ്കിൽ ഇച്ചിരി കൂടി ഇത് ഇച്ചിരി ഭീകരമായ ഒരു സംഭവമാണ് എന്ന് വിചാരിക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? ആദ്യം മിസ് പറഞ്ഞു ഓൺടർപ്രണീരിയൽ എൻവയോൺമെന്റ് എന്ന് വെച്ചാൽ ഒരാൾ ബിസിനസ് തുടങ്ങാൻ പോകുന്നു, അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉള്ളൂ. ഇനി ബിസിനസ് തുടങ്ങി കഴിഞ്ഞു, ഇനി എന്തൊക്കെ പ്രശ്നം മിസ്സിനി നോക്കണം? ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്? ഒന്ന്, ഇന്റേണലി പ്രശ്നങ്ങൾ കാണാം. അതായത് ബിസിനസിന്റെ അകത്ത് തന്നെ മാനേജ് ഇഷ്യൂസ് ആണ്, ഇല്ലെങ്കിൽ ഓപ്പറേഷൻസ് ഇഷ്യൂസ് ആണ്. ഈ ബിസിനസിന്റെ അകത്ത് തന്നെ എന്താണ് വരുന്നത്? ഒരുപാട് ഇഷ്യൂ വരും. അതുപോലെ തന്നെ ഔട്ട്സൈഡ്, ഇൻസൈഡും ഉണ്ട് ഔട്ട്സൈഡും ഉണ്ട്. ഈ രണ്ട് ഫാക്ടേഴ്സും നമ്മളെ ഇന്റേണൽ എൻവയോൺമെന്റും എക്സ്റ്റേണൽ എൻവയോൺമെന്റും എന്നാണ് നമ്മളത് പറയുന്നത്. ബിസിനസ്സിന് എന്തൊക്കെ എൻവയോൺമെന്റ് ആണ് ഉള്ളത്? ബിസിനസ് എൻവയോൺമെന്റിന് ഫാക്ടേഴ്സ്, ബിസിനസ് ഒന്ന് ഇന്റേണൽ, ഒന്ന് എക്സ്റ്റേണൽ. അതായത് ബിസിനസ്സിനകത്തും ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യും, ബിസിനസ് പുറത്തും ഉണ്ട് അതൊക്കെ ഒരുപാട് ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്, ഇതൊരു വൈഡർ കോൺസെപ്റ്റ്, കുറച്ചും കൂടെ ബ്രോഡ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ്, അല്ലാണ്ട് ചെറിയൊരു കോൺസെപ്റ്റ് അല്ല. കാരണം ബിസിനസ്സിന് എല്ലാ ഫാക്ടേഴ്സും അഫക്റ്റ്, പുറത്തുള്ള ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യും, അകത്തുള്ള ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യും. ഇതാണ് ബിസിനസ് എൻവയോൺമെന്റ്, സിമ്പിൾ.
അപ്പോൾ എന്താണ് മക്കളെ ബിസിനസ് എൻവയോൺമെന്റ്? ബിസിനസ് എൻവയോൺമെന്റ് റിഫേഴ്സ് ടു ദോസ് ഫാക്ടേഴ്സ് ദാറ്റ് ഹാവ് ആൻ ഇമ്പാക്ട് ഓൺ എനി ബിസിനസ്. അതെന്താണ് ഫാക്ടേഴ്സ് ആവട്ടെ, ഫോഴ്സസ് ആവട്ടെ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സ്റ്റേണൽ ടു ദ ഓർഗനൈസേഷൻ. അതിപ്പം വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ആവട്ടെ, അത് എക്സ്റ്റേണൽ ആണെങ്കിൽ പോലും എന്താണ് അതിൻ്റെ ഒരു ഫോഴ്സ് ഇല്ലെങ്കിൽ എന്താണ് അതിൻ്റെ എല്ലാ ഫാക്ടേഴ്സും ആരെ അഫക്റ്റ് ചെയ്യാം? ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ? ബിസിനസ് എൻവയോൺമെന്റ് ഇസ് ദ അഗ്രിഗേറ്റ് ഓഫ് ഓൾ ഫോഴ്സസ്, ഫാക്ടേഴ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ആർ എക്സ്റ്റേണൽ to and beyond the control of an individual business enterprise, but which exercises significant influence. കണ്ടോ ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ? അഗ്രിഗേറ്റ്, എല്ലാത്തിൻ്റെ അഗ്രിഗേറ്റ് ഓഫ് ഫാക്ടേഴ്സ്. കണ്ടോ അഗ്രിഗേറ്റ് ഓഫ് എന്താണ്? അഗ്രിഗേറ്റ് ഓഫ് ഫാക്ടേഴ്സ്, ഫോഴ്സസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ആർ എക്സ്റ്റേണൽ ടു ആൻഡ് ബിയോണ്ട് കൺട്രോൾ ഓഫ് ഇൻഡിവിജ്വൽ. അത് എക്സ്റ്റേണൽ ആവാം, ബിയോണ്ട് കൺട്രോൾ. ആ ബിസിനസിന്റെ കൺട്രോളിലുള്ളതാവണമെന്നും ഇല്ല. ഇപ്പൊ ഒന്ന് തിരിച്ചു നോക്കിയ ഒരു രാജ്യത്ത് യുദ്ധം നടക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ബിസിനസ്, അവിടെ ഒരു ബിസിനസ് റൺ ചെയ്യാൻ പറ്റില്ല. ഗവൺമെന്റ് പറയുകയാണെങ്കിൽ ഇനി ഒരു 20 ദിവസം 30 ദിവസത്തിന് ബിസിനസ് അടച്ചിടും. കോവിഡ് സമയത്ത് നമ്മൾ 21 ഡേയ്സോളം നമ്മൾ എന്താണ് ക്വാറന്റൈനിലായിരുന്നു. 21 ഡേയ്സോളം നമുക്ക് എന്താണ് ആ ഒരു ടൈമിൽ, കോവിഡ് ടൈമിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പം ലോൺ വന്നു. ഈ ലോക്ക്ഡൌൺ സമയത്ത് കടകൾ എന്തെങ്കിലും തുറന്നതോ? ഇല്ല, ഒരു കടയും തുറന്നില്ല. ഇങ്ങനെ ഒരു പോളിസി ഗവൺമെന്റ് കൊണ്ടുവരുവാണെങ്കിൽ ഇത് ബിസിനസിന്റെ കൺട്രോളുള്ളതാണ്. ബിസിനസിന്റെ കൺട്രോളുള്ളതല്ല, ബിസിനസിന്റെ എക്സ്റ്റേണൽ കൺട്രോളുള്ള. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ബിസിനസ് എൻവയോൺമെന്റ്? ഇൻ ദ വേർഡ്സ് ഓഫ് R.M. Weiner, ബിസിനസ് എൻവയോൺമെന്റ് encompasses climate, a set of conditions, economic, social, political or institutional. അതും അകത്താവാം പുറത്താവാം. നേരത്തെ പറഞ്ഞ എൻവയോൺമെന്റ്, അതായത് ഓൺടർപ്രണീരിയൽ എൻവയോൺമെന്റ് പറഞ്ഞ എല്ലാ കണ്ടീഷൻസും ഇവിടെ അകത്തും ആവാം പുറത്തും ആവാം. എങ്ങനെ ആണെങ്കിലും ബിസിനസ്സിനെ അത് ഫാക്ടേഴ്സ് എല്ലാം അഫക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. ഒന്നെന്ന് പറയുന്ന അഗ്രിഗേറ്റ് ആണ്. അഗ്രിഗേറ്റ് വെച്ചാൽ എന്താ? എല്ലാ ഫോഴ്സസും, ഏത് ഫോഴ്സസ് ആവട്ടെ, ഇതെല്ലാം ഒരുമിച്ചായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതായത് അഗ്രിഗേറ്റ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് ബിസിനസ്സിനെ അത് അഫക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത് അഗ്രിഗേറ്റ്. അടുത്തതാണ് ഇന്റർറിലേറ്റഡ്. ഇന്റർറിലേറ്റഡ് എന്ന് പറയുന്നത് ഓരോ ബിസിനസ് എൻവയോൺമെന്റിനും ഓരോ എലമെന്റ്സ് ആണ് അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, അതെല്ലാം ഇന്റർറിലേറ്റഡ് ആണ്. അത് നമ്മൾ അഗ്രിഗേറ്റ് ആണ്. അതുപോലെ തന്നെയാണ് ഇന്റർറിലേറ്റഡ്. എന്താണ്, എങ്ങനെയാണ് ഒരു ബിസിനസ് എൻവയോൺമെന്റിൽ എന്താണ് ഒരു ഫാക്ടർ അഫക്റ്റ് ചെയ്യുന്ന വെച്ചാൽ അത് ഇന്റർറിലേറ്റഡ്. അത് ഓരോ ഫാക്ടേഴ്സിനെ അഫക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ലാസ്റ്റ് ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യും. ഇനിയും റിലേറ്റീവ്, ഇന്റർടെമ്പറൽ, അൺസർട്ടൻ, കോൺടെസ്റ്റ്. അതായത് ഈ കാര്യങ്ങളെല്ലാം പറയുന്നതെന്ന് വെച്ചാൽ ബിസിനസ്സിനെ ഇവയെല്ലാം എന്താണ്, ഇത് ഫീച്ചേഴ്സ് ആണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. അതായത് ഇന്റർടെമ്പറൽ, ഓരോ ബിസിനസ്സിലും ഇന്റർടെമ്പറൽ എന്ന് പറയുമ്പോൾ ബിസിനസ് മാറിക്കൊണ്ടേയിരിക്കും. 1900 എന്ന കാലഘട്ടത്തിൽ നടന്ന ബിസിനസ് അല്ല ഇപ്പോൾ നടക്കുന്നത്. കാരണം ബിസിനസിന്റെ എൻവയോൺമെന്റ് എപ്പോഴും എന്താണ്, മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഇനി അടുത്ത ഓപ്പറേറ്റിംഗ് എൻവയോൺമെന്റ്സ് ഓഫ് ബിസിനസ്. ഓപ്പറേറ്റിംഗ് എൻവയോൺമെന്റ്സ് എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. All the factors or forces that influence the operation of business are said to be operating environment of a business. അതായത് ഓപ്പറേഷൻസ്, ഒരു ബിസിനസിന്റെ ഓപ്പറേഷൻസിന്, ആ വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരു ബിസിനസിന്റെ ഓപ്പറേഷൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ നമുക്ക് എന്താ പറയുക ഇവിടെ? ഓപ്പറേറ്റിംഗ് എൻവയോൺമെന്റ് ഓഫ് ബിസിനസ് എന്ന്. ഒന്ന് ഇന്റേണൽ. ഇതാദ്യം മനസ്സിലാക്കണം. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത്രയും ഒരുപാട് പഠിക്കുന്നതിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ? ഒന്ന്, ബിസിനസിന്റെ അകത്തും ബിസിനസിന്റെ പുറത്തും എന്തുണ്ട്? ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇത് ബിസിനസിന്റെ അകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം? ഇന്റേണൽ എൻവയോൺമെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബിസിനസിന്റെ അകത്ത് എന്തൊക്കെ പ്രശ്നം? മാനേജ്മെന്റിന്റെ പ്രശ്നങ്ങളുണ്ട് അകത്ത്. അത് കഴിഞ്ഞിട്ട് എന്താ? ഓരോ ബിസിനസ്സിനും ഓരോ മിഷൻ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഇല്ലേ? മിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കമ്പനി ഇമേജ്, ബ്രാൻഡ് ഇക്വിറ്റി, പിന്നെ ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് അതർ റിസോഴ്സസ്, വേറെ എന്ത് റിസോഴ്സസും ആവാം. അത് കഴിഞ്ഞിട്ട് പവർ സ്ട്രക്ചർ. നോക്കളെ, ഇതെല്ലാം അകത്ത്. ഇനി ബിസിനസ്സിനൊരു കൾച്ചർ ഉണ്ട്. ഓക്കെ, ഇതെല്ലാം ബിസിനസ്സിന് അകത്ത് വരുന്ന പ്രശ്നങ്ങളാണ്, പുറത്ത് പോകുന്ന പ്രശ്നങ്ങളാണ്. ബിസിനസ്സിന്റെ അകത്ത് ഇന്റേണൽ എൻവയോൺമെന്റിൽ ബിസിനസ്സിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ ബിസിനസ്സിന്റെ പ്രശ്നങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതായത് ബിസിനസ്സിന്റെ അകത്തുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയും. ഇനി എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്താണ്? ഇന്റേണൽ എൻവയോൺമെന്റ്. ഓക്കെ, നമുക്കിതിനെ
ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഇത് എക്സ്റ്റേണൽ ബിസിനസിന്റെ പുറത്തുള്ള പ്രശ്നങ്ങൾ. ബിസിനസിന്റെ പുറത്തുള്ള പ്രശ്നങ്ങളെ നമുക്ക് രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. അതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ എൻവയോൺമെന്റിനെ എങ്ങനെ മാറ്റാം, എക്സ്റ്റേണലിനെ നമുക്ക് എങ്ങനെയൊക്കെ മാറ്റാം, എക്സ്റ്റേണലിനെ വീണ്ടും രണ്ടാക്കാം, മൈക്രോ ആൻഡ് മാക്രോ. എങ്ങനെയാ മൈക്രോയും മാക്രോയും ആക്കാൻ പറ്റും എങ്ങനെ? അതായത് മൈക്രോ എൻവയോൺമെന്റ് എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും. അതെ, വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ അത് തീർക്കും. ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് വെച്ചാൽ എന്താ? ബിസിനസ്സിനകത്തുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ? കൾച്ചർ, മിഷൻ ആൻഡ് ഒബ്ജക്ട്സ്, ടോപ്പ് മാനേജ്മെന്റ്, പവർ സ്ട്രക്ചർ, കമ്പനി ഇമേജ്, ഹ്യൂമൻ ആൻഡ് അതർ റിസോഴ്സസ്, ഇതൊക്കെ ബിസിനസ്സിനകത്ത് വരുന്ന പ്രശ്നങ്ങൾ. ഇനി എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് വെച്ചാൽ കേട്ടോ, എക്സ്റ്റേണൽ എൻവയോൺമെന്റ് റിഫേഴ്സ് ടു ഫോഴ്സസ് ഓഫ് ഫാക്ടേഴ്സ് എക്സിസ്റ്റിംഗ് ഔട്ട്സൈഡ് എ ബിസിനസ് ഫേമിന് പുറത്തുള്ളത്. അതല്ലേ മക്കളെ പൊളിറ്റിക്സ്, പിന്നെ അതുപോലെ തന്നെ കസ്റ്റമേഴ്സ്. ഇനി ഇങ്ങനെയുണ്ട്. ഇനി ഇതിനെയൊക്കെ നമുക്ക് രണ്ടായിട്ട് ഭാഗിക്കാം. ലൈക്ക് ഞാൻ പറഞ്ഞു എക്സ്റ്റേണൽ എൻവയോൺമെന്റ് തന്നെ മൈക്രോ ഉണ്ട്, മാക്രോ ഉണ്ട്. ഇനി മൈക്രോ എന്ന് വെച്ചാൽ മൈക്രോ എൻവയോൺമെന്റ് റിഫേഴ്സ് ടു ദോസ് ഇൻഡിവിജ്വൽസ്, ഗ്രൂപ്പ്സ് ആൻഡ് ഏജൻസീസ് വിത്ത് വിച്ച് ദ ഓർഗനൈസേഷൻ ഇൻ ടു ഡയറക്റ്റ് ആൻഡ് ഫ്രീക്വന്റ് കോൺടാക്ട്. ഡയറക്റ്റ് ആൻഡ് ഫ്രീക്വന്റ് ബിസിനസ്സുമായിട്ട് വളരെ ബന്ധമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ബിസിനസ് ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വാങ്ങുന്നതാണ് കസ്റ്റമറാണ്. കസ്റ്റമറും ഈ പ്രോഡക്റ്റും ബിസിനസ്സും തമ്മിൽ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ് ഉള്ളത്. അപ്പോൾ ഈ ഡയറക്റ്റ് ആയിട്ട് റിലേഷൻഷിപ്പ് ഉള്ള ബിസിനസ്സുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് റിലേഷൻസ് ഉള്ള എല്ലാത്തിനും നമുക്ക് എന്തെന്ന് പറയാം? മൈക്രോ എൻവയോൺമെന്റ് എന്ന് പറയും കേട്ടോ. മൈക്രോ എൻവയോൺമെന്റ് കസ്റ്റമേഴ്സ്, സ്വാഭാവികം. കസ്റ്റമേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ പ്രോഡക്ട്സ് വാങ്ങുന്നത്. അത് കോമ്പറ്റീറ്റേഴ്സ്, അതായത് എത്രത്തോളം കോമ്പറ്റീഷൻ നമുക്കുണ്ടെന്ന് മനസ്സിലാക്കണം. അതും എന്താ? ബിസിനസ്സുമായിട്ട് വളരെ റിലേറ്റഡ് ആണ്. നമ്മുടെ അതേ പ്രോഡക്റ്റ് വേറെ ആരെങ്കിലും മാനുഫാക്ചർ ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം അറിയണം. അപ്പം സപ്ലയേഴ്സ്, നമുക്ക് സപ്ലൈ ചെയ്യാൻ ആൾക്കാർ വേണം, എന്നാൽ മാത്രമേ നമ്മുടെ പ്രൊഡക്ട്സ് കറക്റ്റ് മാർക്കറ്റിലേക്ക് എത്തത്തുള്ളൂ. സോ സപ്ലയേഴ്സ്. ഇനി അടുത്ത മാർക്കറ്റ് ഇന്റർമീഡിയറി. മാർക്കറ്റ് ഇന്റർമീഡിയറി എന്ന് വെച്ചാൽ എന്താ? മാർക്കറ്റിലേക്ക് എത്താൻ ഒരു മീഡിയറി വേണ്ടേ നമുക്ക് എപ്പോഴും. സോ അതാണ് മാർക്കറ്റ് ഇന്റർമീഡിയറി. പിന്നെ ഫിനാൻഷ്യൽസ്, ദ പബ്ലിക്, ഇവരെല്ലാം എന്ത്? ഡയറക്റ്റ് ആയിട്ട് ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ അത് മൈക്രോ എൻവയോൺമെന്റിൽ വരും. നമ്മൾ കണ്ടേ, ഇതിപ്പോൾ മൈക്രോ ആണെങ്കിൽ ബിസിനസ്സിന് ഔട്ട്സൈഡ് മൈക്രോ വരും. ഇനി അടുത്തയാണ് മാക്രോ. മാക്രോ വളരെ സിമ്പിൾ ആണ്. നേരത്തെ ഡയറക്റ്റ് റിലേഷൻ എന്നാണ് മിസ് പറഞ്ഞത്. ഇനി അടുത്തത് വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് റിലേഷൻ വരണം. ലൈക്ക് മാക്രോ എൻവയോൺമെന്റ് റിഫേഴ്സ് ടു ദി ജനറൽ എൻവയോൺമെന്റ് വിത്തിൻ വിച്ച് ദ ബിസിനസ് ഹാസ് ടു ഓപ്പറേറ്റ്. A company and forces in its macro environment of larger. The forces in the macro environment create opportunities and threats to the company. സ്വാഭാവികം. അത് മാക്രോ എന്ന് വെച്ചാൽ കുറച്ചും കൂടെ, അതായത് ഡയറക്റ്റ് റിലേഷൻ അല്ല, കുറച്ചും കൂടി ഇൻഡയറക്റ്റ് റിലേഷൻസ്. അതാണ് പറയുന്നത് പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെന്റ്. അത് ഒരു ബിസിനസ്സിന് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ലീഗൽ എൻവയോൺമെന്റിനെ പിടിച്ചു നിർത്താൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. സോഷ്യോ ആൻഡ് കൾച്ചറൽ എൻവയോൺമെന്റ്. സോഷ്യോ ആൻഡ് കൾച്ചറൽ ചുറ്റുപാടിലെ ഓരോ സൊസൈറ്റി, ഓരോ കൾച്ചർ ഉണ്ട് ഓരോ രാജ്യത്തും. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ചൈനയിൽ പോകുന്നുള്ള കൾച്ചർ ആകത്തില്ല ഇന്ത്യയിൽ വരുമ്പോഴുള്ള കൾച്ചർ. സോ ഈ കൾച്ചേഴ്സ് ഒന്നും ബിസിനസ്സിന്റെ ബിസിനസ്സിന്റെ ഔട്ട്സൈഡ് വളരെ ഇൻഡയറക്ട്ലി റിലേറ്റഡ് ആണ്. അടുത്ത എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ എൻവയോൺമെന്റ്. ടെക്നോളജിക്കൽ എന്ന് വെച്ചാൽ ഓരോ ദിവസം അഡ്വാൻസ്ഡ് ആയിട്ടായിരിക്കും. അതും എന്താണ്? ഇന്റർ റിലേറ്റഡ് ആണ്. അപ്പോൾ ഈ ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം എവിടെ ഗ്രൂപ്പ് ചെയ്യണം? നമ്മൾ മാക്രോയിൽ ഗ്രൂപ്പ് ചെയ്യണം. റിലേറ്റഡ് ആയിട്ടുള്ളവർ എവിടെ ഗ്രൂപ്പ് ചെയ്യണം? മൈക്രോയിൽ ഗ്രൂപ്പ് ചെയ്യണം. ഓക്കെ, വെരി സിമ്പിൾ. ഡെമോഗ്രാഫിക് എൻവയോൺമെന്റ്. എന്താണ് മക്കളെ ഡെമോഗ്രാഫിക് എൻവയോൺമെന്റ്? ഡെമോഗ്രാഫിക് എൻവയോൺമെന്റ് ആണ് എന്താ? ഏജ്, ജെൻഡർ, ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, ഫാമിലി സൈസ്, ഇതിനെയൊക്കെയാണ് ഡെമോഗ്രാഫിക് ഡിസ്ട്രിബ്യൂഷൻ. ഇതൊക്കെ ബിസിനസ്സിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? അല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ബിസിനസ്സിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും വരണം മാക്രോയിൽ വരണം. ബിസിനസ്സിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും എവിടെ വരണം? മൈക്രോയിൽ വരണം. അതിനെയാണ് എന്ത്? ഔട്ട്സൈഡ് എൻവയോൺമെന്റ്. ഇന്റേണൽ എൻവയോൺമെന്റ്, എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞപ്പോൾ ഇന്റേണൽ എൻവയോൺമെന്റിൽ അകത്തുള്ള കാര്യങ്ങൾ, എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ മൈക്രോയും മാക്രോയും. മൈക്രോ എന്താണ്? ഡയറക്ട്ലി റിലേറ്റഡ്. മാക്രോ എന്താണ്? ഇൻഡയറക്ട്ലി റിലേറ്റഡ്. കഴിഞ്ഞു, സിമ്പിൾ. അത്രേ ഉള്ളൂ. കണ്ടോ എന്ത് സിമ്പിൾ ആയിട്ട് നമ്മളത് തീർത്തത്. ഓക്കെ, ഇനി അടുത്തയാണ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്. എന്താണ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്? ഇനി സിമ്പിൾ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് നമ്മൾ ഒരുപാട് ചിന്തിച്ച് തല പോയിക്കാനൊന്നും ഇവിടെ ഒന്നുമില്ല. ഓൺട്രപ്രണർ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? ഒരു ഓൺട്രപ്രണറിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിനെയാണ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്. ഞാനൊരു ഓൺട്രപ്രണർ ആണ്. ഞാൻ ഓൺട്രപ്രണർ ആണെന്നും പറഞ്ഞിട്ട് ഞാനൊരു എവിടെയെങ്കിലും ഇരുന്നാൽ മാത്രം മതി. ഇല്ല, എൻ്റെ സ്കിൽസ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യണം. അതിനിടെ ഞാനിപ്പോൾ ഒരു ട്രെയിനിങ്ങിലൂടെ ഇല്ലെങ്കിൽ ഞാനൊരു ട്രെയിനിങ് ക്ലാസ്സിൽ പോയി അപ്പോൾ എൻ്റെ സ്കിൽസ് എല്ലാം ഞാൻ വളരെ ഭംഗിയായിട്ട് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ എനിക്കത് എവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും? എൻ്റെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ എന്താ പറയണം?
ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സിമ്പിൾ നോക്കിയോ. ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്പ് ഇസ് ദ പ്രോസസ് ഓഫ് ഇംപ്രൂവിംഗ് ദ സ്കിൽസ് ആൻഡ് നോളജ് ഓഫ് ഓൺടർപ്രണേഴ്സ് ത്രൂ മോട്ടിവേഷണൽ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാംസ്. അതെ, മോട്ടിവേഷണൽ പ്രോഗ്രാംസ്, ട്രെയിനിങ് പ്രോഗ്രാംസ്, അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഗവൺമെന്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് ആയിട്ടും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ പോയാൽ എന്താണ് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് നമുക്ക് ഒരുപാടുണ്ട് ഇപ്പോൾ. അങ്ങനെ പോയാൽ എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ നോളേജിനെയും സ്കിൽസിനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്. ഒരു ഓൺടർപ്രണർ അവരവരുടെ സ്വന്തം നോളജും സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുന്ന പ്രോഗ്രാമിനെ നമുക്ക് എന്തെന്ന് പറയാം, ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് എന്ന് പറയും. സിമ്പിൾ. ഓക്കെ, അപ്പോൾ എന്താ അത്, ക്ലാസ് റൂം സെക്ഷൻസ് ആവാം, മോട്ടിവേഷൻ ട്രെയിനിങ് പ്രോഗ്രാംസ് സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ ദ പർപ്പസ്. എന്ത് പർപ്പസ്, ഓൺടർപ്രണറിനെ ഡെവലപ്പ് ചെയ്യുന്ന പർപ്പസ് ആണ് ഇവിടെ പറയുന്നത്. ഇറ്റ് മേ ബി ഡെവലപ്പിംഗ് ദ എക്സിസ്റ്റിംഗ് ഓൺടർപ്രണേഴ്സ് ഓർ ടു അട്രാക്ട് ന്യൂ ടാലൻസ്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓൺടർപ്രണേഴ്സ് ആണെങ്കിൽ അവർക്ക് അത് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യും, ഇല്ലെങ്കിൽ പുതിയ ഓൺടർപ്രണേഴ്സ് ആണെങ്കിൽ അവർക്ക് അത് മനസ്സിലാക്കാം, അവർക്കും എന്താണ് ആ പ്രോഗ്രാംസിൽ ഇൻവോൾവ് ആവാം, ഇല്ലെങ്കിൽ അതിലൊരു ഭാഗമാവാൻ പറ്റും. അപ്പോൾ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം നോക്കിക്കോ. ഇതാണ് ഡെഫിനേഷൻ കണ്ടോ. ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് എൻഹാൻസിങ് ദ കപ്പാസിറ്റി. എൻഹാൻസിങ്, അതായത് എനിക്ക് ഓൾറെഡി ഒരു കപ്പാസിറ്റി ഉണ്ട്, ഇൻക്രീസ് ചെയ്യുന്നു, എൻഹാൻസ് ചെയ്യുന്നു. കപ്പാസിറ്റി ടു ഡെവലപ്പ്, മാനേജ് ആൻഡ് ഓർഗനൈസ് ബിസിനസ് വെഞ്ചർ. ബിസിനസ് വെഞ്ചറിനെ എങ്ങനെ ഓർഗനൈസ് ചെയ്യണം, എങ്ങനെ വീണ്ടും വളരെ എഫിഷ്യൻ്റ് ആയിട്ട്. നേരത്തെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു, പക്ഷെ ഇപ്പോൾ എന്താണ്, പ്രോഗ്രാംസിൽ പോയി, ട്രെയിനിങ് പ്രോഗ്രാംസിലും മോട്ടിവേഷൻ പ്രോഗ്രാംസിലും പോയപ്പോൾ മിസ്സിന് എന്ത് കിട്ടി, കുറച്ചും കൂടെ സ്കിൽസ് കിട്ടി. അത് വെച്ച് മിസ് എന്ത് ചെയ്യും, മിസ് അത് ഡെവലപ്പ് ചെയ്യും, മാനേജ് ചെയ്യും, ഓർഗനൈസ് ചെയ്യും ബിസിനസ് വെഞ്ചേഴ്സ്. പക്ഷെ അതിൻ്റെ കൂടെ എന്താ റിസ്ക് എന്തുവാന്ന് നമ്മൾ മനസ്സിലാക്കണം, വൈൽ കീപ്പിംഗ് ഇൻ മൈൻഡ് ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. അത്രേ ഉള്ളൂ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്. ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒരു ഓൺടർപ്രണർ അവരുടെ സ്കിൽസ്, ടാലൻസും നോളജും ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം നമുക്ക് എന്തെന്ന് പറയാം, ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്. സിമ്പിൾ. ഇനി ഫേസസ് ഓഫ് ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സ്വാഭാവികം ഫേസസ്. ഒരു ഇനിഷ്യൽ ഫേസ് കാണും, ഒരു ഡെവലപ്മെന്റ് ഫേസ് കാണും, പിന്നെ എന്താ ഒരു സപ്പോർട്ട് ഫേസ്. ഇനിഷ്യൽ ഫേസ് കണ്ടോ, ഇതാണ് എന്ത് ഫേസസ് ഓഫ് ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്. വളരെ സിമ്പിളാണ്, ഒന്നുമില്ല, നമുക്കൊന്നും പ്രത്യേകിച്ച് കാണാൻ പഠിക്കാൻ ഇതിലൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് റിവൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ പോയിന്റ്സ് ഈ അതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് മാത്രം ചെയ്താൽ മതി, സുഖമായിട്ട് മാർക്ക് കിട്ടും. മനസ്സിലായോ? പക്ഷേ ഈ പോയിന്റ്സ്, അത് ബേസിക് പോയിന്റ്സ് അതിൽ വേണം. എന്താണ് ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ, സ്കിൽസ് ഇൻക്രീസ് ചെയ്യുക, എൻഹാൻസ് ചെയ്യുക, അങ്ങനെ അത് മെയിൻ പോയിന്റ്സ് നമ്മൾ അതിൽ എന്താണ് നമ്മുടെ പേപ്പറിലും, ബാക്കി നമുക്ക് എന്താ ആഡ് ചെയ്താൽ മതി. ഇനി അടുത്ത ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് 3 ഫേസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനിഷ്യൽ ഫേസ്, ഡെവലപ്മെന്റ് ഫേസ് ആൻഡ് സപ്പോർട്ട് ഫേസ്. ഇനിഷ്യൽ ഫേസിൽ എന്താ മക്കളെ നോക്കുക, the phase is concerned with the creation of awareness about entrepreneurial opportunities. ഞാൻ പറയാൻ പോവുകയാണ്, ഇത്ര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഞാനൊരു ഇല്ലെങ്കിൽ പുതിയൊരു ടാലന്റ് ആണ്, ഇല്ലെങ്കിൽ പുതിയൊരു ഓൺടർപ്രണർ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ആ ന്യൂ ടാലന്റിനോട് പറയാൻ ഇത്ര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അവയർനെസ് പ്രോഗ്രാംസ് കൊടുക്കും. അതിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ ഫേസ് എന്ന് പറയുന്നത്. ഇനി ഡെവലപ്മെന്റ് ഫേസ്, അതായത് ഡെവലപ്മെന്റ് ഫേസിൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഓൺടർപ്രണേഴ്സ് എന്ത് ചെയ്യും, അവരുടെ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യും. കണ്ടോ, ട്രെയിൻഡ് ദി ചോസൺ ഫീൽഡ് സോ ദാറ്റ് ദേ വുഡ് ബി ഏബിൾ ടു മാനേജ് ദ വെഞ്ചർ സക്സസ്ഫുള്ളി. അപ്പം മിസ് ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് ഓൺടർപ്രണർ ആണ്. അപ്പം ഇതിന് കുറച്ചും കൂടെ മോട്ടിവേഷൻ കിട്ടി, കുറച്ചും കൂടെ ട്രെയിനിങ് കിട്ടിയാൽ എന്താണ്, അതൊരു ഡെവലപ്മെന്റ് ഫേസ്. ആ ഒരു ഡെവലപ്മെന്റിലേക്ക് പോകും. ഇനി സപ്പോർട്ട് ഫേസ്. സപ്പോർട്ട് ഫേസ് എന്ന് വെച്ചാൽ നമുക്ക് സപ്പോർട്ടിന് ഫെസിലിറ്റീസ്, അതായത് ഗവൺമെന്റ് സ്കീം ഇറക്കുന്നു, അതായത് ഇത്ര സപ്പോർട്ട്, ഇല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് സപ്പോർട്ട് നൽകും, ഇല്ലെങ്കിൽ ഗ്രാൻസ് നൽകും, ഇല്ലെങ്കിൽ വുമൺ ഓൺടർപ്രണേഴ്സിന് ഇത്രത്തോളം ഇൻസെന്റീവ്സും ഗ്രാൻസും ഉണ്ടെന്ന് ഗവൺമെന്റ് പറയുകയാണെങ്കിൽ എന്താണ്, സപ്പോർട്ടാണ്. അപ്പൊ ഇനി എന്തെന്ന് പറയും, സപ്പോർട്ട് ഫേസ് എന്ന് പറയാം. ഓക്കെ, സിമ്പിൾ അല്ലേ? നമ്മൾ അങ്ങനെ എന്ത് തീർത്തു, ഓൺടർപ്രണേറിയൽ അല്ല, ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റും തീർത്തു. ഇനി അടുത്ത ഓൺടർപ്രണേറിയൽ ട്രെയിനിങ്. എന്താണ് ഓൺടർപ്രണേറിയൽ ട്രെയിനിങ്? ഇത് പ്രത്യേകിച്ച് വലിയതായിട്ട് നമുക്ക് കാണാതെ പഠിക്കേണ്ടതായിട്ട് ഇതിലൊന്നുമില്ല. മനസ്സിലാക്കി എന്താണ് എഴുതാനുള്ളതെന്ന് മനസ്സിലാക്കി എഴുതിയാൽ മാത്രം മതി. ഓക്കെ, അടുത്താണ് ഓൺടർപ്രണേറിയൽ ട്രെയിനിങ്. അതും സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ. ഓൺടർപ്രണേറിയൽ ട്രെയിനിങ് റിഫേഴ്സ് ടു എനി ആക്ഷൻ ഓർ ആക്ടിവിറ്റി ഓർ കോച്ചിങ് ടു ഇൻജെക്ട് കോൺഫിഡൻസ് ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ എമംഗ് ദ പാർട്ടിസിപ്പേറ്റിംഗ് ഓൺടർപ്രണേഴ്സ് ടുവേർഡ്സ് ദ ബിസിനസ്. സോ കണ്ടോ, ഓൺടർപ്രണേറിയൽ ട്രെയിനിങ് നമ്മൾ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു, അതായത് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പം ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, ട്രെയിനിങ് പ്രോഗ്രാംസിലൂടെ അല്ല മോട്ടിവേഷനിലൂടെ ആണ് നമ്മളെന്ന് പറഞ്ഞു. അങ്ങനത്തെ ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ട്രെയിനിങ് പ്രോഗ്രാംസിൽ എന്താണ് കൊടുക്കുന്നത്, ആ ട്രെയിനിങ് പ്രോഗ്രാംസിൽ ചില ആക്ടിവിറ്റീസ് കൊടുക്കില്ല, നമ്മൾ കോൺഫിഡൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ചില ആക്ടിവിറ്റീസ് ചെയ്യിക്കും, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യും എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണ്, അവർക്കൊരു സ്കില്ലാണ് കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ഇത് ചെയ്യാൻ, നേരത്തെ ചെയ്ത് തെറ്റായിരുന്നു എന്നൊരു ബോധം അവർക്ക് വരും. അതാണ് എന്ത് ട്രെയിനിങ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോൺഫിഡൻസ് ഇൻജെക്ട് ചെയ്യും, അവരുടെ ബിസിനസ്സിനെ മാക്സിമം വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ.
കോച്ച്, അതായത് ഒരു കോച്ചിങ് ആണ് അവിടെ കൊടുക്കുന്നത്. അതാണ് പറയുന്നത്. refers to any action or activity or coaching to inject confidence and positive attitude and behavior in the participating entrepreneurs towards business. മനസ്സിലായി? ബിസിനസ്സിലേക്ക് അവർ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മാറാൻ വേണ്ടിയുള്ളതാണ് എന്ത് ട്രെയിനിങ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടായി ചെയ്യുന്നത്? ഒബ്ജക്റ്റീവ്സ് ടു ഫേസ് അൺഫോർസീൻ റിസ്ക്. പറയാൻ പറ്റില്ല എപ്പോഴാണ് നമുക്ക് റിസ്ക് വരുന്നത്. ആ റിസ്കിനെയൊക്കെ നമ്മൾ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഫിഡൻസും ഈ ട്രെയിനിങ് പ്രോഗ്രാംസും നമ്മൾ കൊടുക്കുന്നത്. ടു ഡെവലപ്പ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ടു സെറ്റ് അപ്പ് ഒബ്ജക്റ്റീവ്സ്, ടു ഡെവലപ്പ് എ ബ്രോഡ് വിഷൻ. ബ്രോഡ് വിഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പം ചെറിയൊരു വിഷൻ ആയിരിക്കും നിൽക്കുന്നത്. ഓക്കെ, ഇത്ര ഇവിടെ മാത്രം മതി എൻ്റെ ബ്രാഞ്ചിന്, ഇവിടെ മാത്രമേ എൻ്റെ ബിസിനസ്സിനെ ഒതുക്കി വെക്കുന്നുള്ളൂ, ഇല്ലെങ്കിൽ ഇതാണ് എൻ്റെ വിഷൻ. കുറച്ചും കൂടെ ബ്രോഡായിട്ട് ചിന്തിക്കാൻ നമ്മളെ ഈ ട്രെയിനിങ് പ്രോഗ്രാംസ് ഹെൽപ്പ് ചെയ്യും. ടു മേക്ക് ഡിസിഷൻസ്, ടു മേക്ക് ദ ബിസിനസ് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി. ഇതൊക്കെ എന്തിനു സഹായിക്കും? ഓൺട്രപ്രണറിയൽ ട്രെയിനിങ് നമ്മളെ സഹായിക്കും. ഇനി ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താ? സ്വാഭാവികം നമ്മൾ ട്രെയിനിങ്ങിന് പോയി നമ്മുടെ എഫിഷ്യൻസി, സ്കിൽസ്, നോളജും ഒക്കെ കൂടും. അതുപോലെ തന്നെ എന്താണ് എഫിഷ്യൻസി, സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് എംപ്ലോയി മോറൽ, ലെസ് സൂപ്പർവിഷൻ, ലെസ് വേസ്റ്റേജ്, ഈസി അഡാപ്റ്റബിലിറ്റി. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്, അതായത് പോയിന്റ്സ് ആണ്. റിമെമ്പർ ചെയ്യാൻ വളരെ എളുപ്പമല്ലേ? സ്കിൽസ് എൻഹാൻസ് ചെയ്യുക, പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സൂപ്പർവിഷൻ, നമ്മൾ ഒരുപാട് ലെസ് സൂപ്പർവിഷൻ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ട്രെയിൻഡ് വർക്കർ, അതായത് ഒരു ട്രെയിൻ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ സൂപ്പർവിഷൻ ഒരുപാട് ഭയങ്കരമായിട്ട് ഓടി നടന്ന എല്ലാ കാര്യങ്ങളും നോക്കേണ്ട ആവശ്യം. അയാൾക്കൊരു സൂപ്പർവിഷൻ ഇല്ലെങ്കിൽ ഒരു വിഷൻ ഉണ്ട്, ഓക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു പ്ലാനിങ്ങിൽ തന്നെ എന്താ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതാണെന്ത് ലെസ് സൂപ്പർവിഷൻ എന്ന് പറയുമ്പോൾ. പിന്നെ അടുത്ത ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്. എന്തൊക്കെ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ആണ്, ഇല്ലെങ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. Entrepreneurial development is an organized and ongoing process. Entrepreneurial development program is intended to motivate entrepreneurs and provide them with the ability and insight to tide over unexpected and risky business situation. ഇത് തന്നെയാണ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റും ട്രെയിനിങ്ങിലും എല്ലാം ചെയ്യുന്നത്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്. അതായത് പ്രോഗ്രാംസ് ചെയ്യുന്നത് എന്തിനാണ്, ഇല്ല എന്താണെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഓൺട്രപ്രണീരിയൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് വെച്ചാൽ കെയർഫുള്ളി ഡിസൈൻഡ് പ്രോഗ്രാം ആണ്. എന്തിനാ? ഒരു ഓൺട്രപ്രണറിനെ ഇല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണീരിയൽ ആസ്പിറന്റിനെ ഹെൽപ്പ് ചെയ്യും to acquire entrepreneurial qualities such as motivation for accomplishment and skills and competencies necessary for playing his entrepreneurial role effectively. അതെ, ഒരു ഓൺട്രപ്രണറിന്റെ റോള് വളരെ ഭംഗിയായിട്ട് ചെയ്യണമെങ്കിൽ അയാൾക്ക് മോട്ടിവേഷൻ വേണം, കോൺഫിഡൻസ് വേണം, സ്കിൽസ് എൻഹാൻസ് ചെയ്യണം. ഇത് നമ്മൾ കഴിഞ്ഞ 3 ടോപ്പിക്കിലും ചെയ്തു, 3 ടോപ്പിക്കിലും പഠിച്ചു. അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. എന്ത്? ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസിലും ചെയ്യുന്നത്. ഇത് എന്തിനാ ചെയ്യുന്നത്? മോട്ടിവേഷൻ കൊടുക്കാൻ, ഓൺട്രപ്രണീരിയൽ ട്രിക്സ് നമുക്കറിയാം, ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു, നമ്മൾ ആ ഫസ്റ്റ് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്തത്. അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടു പ്രൊവൈഡ് ഇനിഷ്യേറ്റീവ് ടു സ്റ്റാർട്ട് ഓൺ വെഞ്ചർ. വളരെ ന്യൂ ടാലന്റ് ആയിട്ടുള്ള ഒരു ഓൺട്രപ്രണർ, വളരെ ന്യൂ ആണ് ഈ ഫീൽഡിലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു മോട്ടിവേഷൻ ഇല്ല, കോൺഫിഡൻസ് ഇഞ്ചെക്ട് ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യുന്നത്? അവർക്ക് പുതിയൊരു വെഞ്ചറിൽ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പറ്റും. To develop managerial skill, to develop employment opportunities. ഓക്കെ, ഇനി ഇതിന്റെ ഇമ്പോർട്ടൻസ്, നമ്മളിവിടെ ഒബ്ജക്റ്റീവ്സ് ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ ഇതിന്റെ ആവശ്യകത എന്തായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇനി ഇതിന്റെ ഇമ്പോർട്ടൻസ്, എലിമിനേഷൻ ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് പോവർട്ടി. എല്ലാവരും ഇങ്ങനെ ഒരു ഓൺട്രപ്രണർ ആവാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എംപ്ലോയ്മെന്റ് കൊടുക്കാൻ പറ്റും. അതാണ് പറഞ്ഞത്, എലിമിനേഷൻ അൺഎംപ്ലോയ്മെന്റ് ആൻഡ് പോവർട്ടി. അതുകൊണ്ട് തന്നെ എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെന്റ്സ് എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്, അത് മനസ്സിലാക്കാം. അതായത് ചില പടൊക്കെ നമുക്കറിയാം, മെട്രോപൊളിറ്റൻ സിറ്റീസിലുള്ള ഡെവലപ്മെന്റും സാധാരണ റൂറൽ ഏരിയാസിലുള്ള ഡെവലപ്മെന്റ്സും നമുക്ക് ഏതാണ് മനസ്സിലാക്കാൻ പറ്റും. മെട്രോപൊളിറ്റൻ സിറ്റീസിൽ മെട്രോ ഉണ്ട്, വളരെ വികസനങ്ങളാണ്, ഷോപ്സ് ഉണ്ട്, എല്ലാം കൊണ്ടും അവിടെ എന്താണ് ഹൈ ഡെവലപ്മെന്റ് ആണ്. പക്ഷെ ഒരു റൂറൽ ഏരിയ അല്ലെങ്കിൽ ഒരു വില്ലേജിലേക്ക് വരുമ്പോൾ അതെന്താണ് അത്രയും ഡെവലപ്ഡ് അല്ല. അപ്പോൾ ഇതെന്ത് ബാലൻസ്ഡ് ആണ്, വളരെ അൺബാലൻസ്ഡ് ആണ്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അൺബാലൻസ്ഡ്. അതിനെ ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെന്റ്. ഞാനിപ്പം വളരെ റൂറൽ ഏരിയാസിലും കുറെ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരുവാണെങ്കിൽ എന്താണ്, അപ്പം അർബൺ ഏരിയാസിലും ഡെവലപ്മെന്റ് ഉണ്ട്, റൂറൽ ഏരിയാസിലും ഡെവലപ്മെന്റ്. സോ ഇറ്റ്സ് എ ബാലൻസ്ഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഫേസസ് ഓഫ് EDP നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഫേസസ് ഓഫ് EDP എന്താണ്? ഇനിഷ്യൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇനിഷ്യൽ ഫേസ് ഉണ്ടായിരുന്നു, ഡെവലപ്മെന്റ് ഫേസ് ഉണ്ടായിരുന്നു, സപ്പോർട്ട് ഫേസ് ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു? ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇത് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഇവിടെ ഒരു P വന്നു എന്നേ ഉള്ളൂ, പ്രോഗ്രാം വന്നേ ഉള്ളൂ. എന്താണുള്ളത്? ഒരു ഇനിഷ്യൽ ഫേസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രീ ട്രെയിനിങ് ഫേസ് ഉണ്ട്, അത് കഴിഞ്ഞ് ട്രെയിനിങ് ഫേസ്, ഡെവലപ്മെന്റ് ഫേസ് ഉണ്ട്, പിന്നെ എന്താ പോസ്റ്റ് ഫേസ് ഓർ ഫോളോ അപ്പ് ഫേസ്. ഇങ്ങനെ 3 ഫേസസ് ആണ് ഇവിടെ ഉള്ളത്. വളരെ സിമ്പിൾ. ഓക്കെ, ഇനി പോളിസി എന്തുവാണെന്നും ഇൻഡസ്ട്രി പോളിസി കുറിച്ച് 5 മിനിറ്റ് കൊണ്ട് ഞാൻ വാ തോരാതെ പറയുന്നുണ്ട്.
എന്ന് തൊട്ടാണ് ഇൻഡസ്ട്രിയൽ പോളിസി തുടങ്ങിയത് അത് മനസ്സിലാവേണ്ടത്. ഇൻഡസ്ട്രിയൽ പോളിസി എന്തോ നമുക്ക് മനസ്സിലായി, ഇത് എന്ന് തൊട്ട് തുടങ്ങി. ഇത് ഒരുപാട് ഇൻഡസ്ട്രിയൽ പോളിസീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ പോളിസി ആദ്യ 2 ഇൻഡസ്ട്രിയൽ പോളിസിയും അവസാനത്തെ 2 ഇൻഡസ്ട്രിയൽ പോളിസിയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ബാക്കിയൊക്കെ ജസ്റ്റ് വായിച്ച് വെച്ചാൽ മാത്രം മതി, വലിയ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. പോളിസി ഇൻ ഇന്ത്യ, ഇൻഡസ്ട്രിയൽ പോളിസി ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്താണ് ആദ്യം തുടങ്ങിയത് 1948. നമുക്കറിയാം ഇതുകൊണ്ടായിരിക്കും 1948 വന്നത്. ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ആയപ്പോഴാണ് 1940s ആണ്. അപ്പോൾ 1948 നമ്മൾ ആദ്യം ചെയ്തത് എന്താണ്, ഇൻഡസ്ട്രിയൽ പോളിസി കൊണ്ടുവന്നു. കാരണം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ആ സമയത്ത് ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്, ഒരു പോളിസി ഇല്ലാതെ ഗവൺമെൻറ് ഹെൽപ്പും ചെയ്യാതെ ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും തുടങ്ങാം എന്ന് പറഞ്ഞാൽ അതൊരു എന്താണ് ആകെ ഇംബാലൻസ് അല്ലെങ്കിൽ വളരെ അൺബാലൻസ്ഡ് ടൈപ്പ് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇൻഡസ്ട്രിയൽ പോളിസി എന്താണ് 1948 ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ കഴിഞ്ഞിട്ടുള്ള ആദ്യ പോളിസി എപ്പോഴാണ് വന്നതെന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ നിങ്ങൾ എഴുതണം 1947 അല്ല 1948. ഓക്കെ. ആദ്യത്തെ എന്താണ് 1948 എന്താണ് അങ്ങനെ വരാൻ കാരണം, ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് 1948 ലോഞ്ച് ചെയ്തു. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു എന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആ സമയത്ത് ഇൻഡസ്ട്രിയൽ പോളിസി ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ക്ലാസിഫിക്കേഷൻ. ആദ്യം ചെയ്തത് ഇൻഡസ്ട്രിയൽ പോളിസി ക്ലാസിഫിക്കേഷൻ ആണ്. ഇൻഡസ്ട്രീസിനെ ക്ലാസിഫൈ ചെയ്തു, 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. എങ്ങനെ ക്ലാസിഫൈ ചെയ്തു? ഒന്ന് കേട്ടോ, സ്ട്രാറ്റജിക് ഇൻഡസ്ട്രീസ്, ബേസിക് ആൻഡ് കീ ഇൻഡസ്ട്രീസ്, ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രീസ്, അതർ ഇൻഡസ്ട്രീസ്. സ്ട്രാറ്റജിക് ഇൻഡസ്ട്രീസ് എന്ന് വെച്ചാൽ ഗവൺമെന്റ്, ഇത് ഗവൺമെന്റ് മാത്രം, അതായത് 1948 കാര്യമായിരുന്നു. ആ സമയത്ത് ഒരു പോളിസി ഇറക്കിയായിരുന്നു. ആ സമയത്ത് ഗവൺമെന്റ് ക്ലാസിഫൈ ചെയ്തു, 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ആദ്യം എന്താ പറഞ്ഞത്, ഗവൺമെന്റ് മോണോപ്പൊളി. എന്തൊക്കെ? ആംസ് ആൻഡ് അമ്യൂട്ടേഷൻസ്, അറ്റോമിക് എനർജി, റെയിൽ ട്രാൻസ്പോർട്ട്. ഇതൊക്കെ ആർക്ക് മാത്രമേ അവകാശമുള്ളൂ? കുത്തക അവകാശം പറയുന്നിട്ട് ഇത് ആർക്ക് മാത്രമേ അവകാശമുള്ളൂ? ഗവൺമെന്റിന് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ല. അതാണ് സ്ട്രാറ്റജിക് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ. ബേസിക് ഓർ കീ ഇൻഡസ്ട്രീസ് എന്ന് വെച്ചാൽ 6 ഇൻഡസ്ട്രീസ്: കോൾ, അയൺ, സ്റ്റീൽ, എയർക്രാഫ്റ്റ്, ഷിപ്പ് ബിൽഡിംഗ്, ടെലിഫോൺ. ഇതൊക്കെ എന്താണ്, ഗവൺമെന്റിന് മാത്രമേ ഇത് തുടങ്ങാൻ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ എക്സിസ്റ്റിംഗ് ആയിട്ട് പ്രൈവറ്റ് സെക്ടറാണ് അവർക്ക് കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞു. മനസ്സിലായോ? ആദ്യത്തത് ആംസ് അമ്യൂട്ടേഷൻസ് ഗവൺമെന്റിന് മാത്രമേ പറ്റൂ, ആർക്കും പ്രൈവറ്റിന് ആർക്കും പറ്റത്തില്ല. പക്ഷെ രണ്ടാമത് വന്നത് എന്ത് ഇൻഡസ്ട്രിയാണ്? ബേസിക് കീ ഇൻഡസ്ട്രി. അതിൽ 6 കാര്യങ്ങൾ: കോള്, അയൺ, സ്റ്റീൽ, എയർക്രാഫ്റ്റ്. ഇതൊക്കെ ഗവൺമെന്റിന് മാത്രം, ഏത് ഗവൺമെന്റ്? സെൻട്രൽ ഗവൺമെന്റിന് മാത്രമേ സെറ്റപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ നേരത്തെ തൊട്ടേ ഉള്ള പ്രൈവറ്റ് ഇൻഡസ്ട്രീസിന് എന്ത് ചെയ്യാം? കണ്ടിന്യൂ ചെയ്യാം. ഇനി ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ 18 ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു. ഇതെന്താണ്? ഇത് നമ്മൾ പ്രൈവറ്റ് സെക്ടറിന് തുടങ്ങാമെങ്കിൽ തുടങ്ങാം. ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 18 ഇൻഡസ്ട്രീസ് സെക്ടേഴ്സ് ആർക്ക് തുടങ്ങാം? പ്രൈവറ്റിന് തുടങ്ങാം. ഇനി അതർ ഇൻഡസ്ട്രീസ്, ഇതിലൊന്നും വരാത്ത ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടോ, ഇതിലൊന്നും വരാത്ത ഇപ്പം 18 ഇൻഡസ്ട്രീസ് കണ്ടോ, കെമിക്കൽസ്, ഷുഗർ, ടെക്സ്റ്റൈൽസ്, സിമെന്റ്, പേപ്പർ, ട്രാൻസ്പോർട്ട്. ഇങ്ങനത്തെ 18 സെക്ടേഴ്സ് ആർക്ക്? പ്രൈവറ്റിന് തുടങ്ങാതെ പറഞ്ഞിട്ടുണ്ട്, പ്രൈവറ്റിന് തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഓൾ അതർ സെക്ടേഴ്സ്, ഈ 18 സെക്ടേഴ്സ് ഇഷ്ടംപോലെ സെക്ടേഴ്സ് ഉണ്ട്. ഈ 18 സെക്ടേഴ്സ് കൂടാത്തുള്ള സെക്ടേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? പ്രൈവറ്റ് ആയിട്ടും കോപ്പറേറ്റീവ് സെക്ടേഴ്സ് ആയിട്ടും മാറ്റി, പ്രൈവറ്റ് ആയിട്ടും കോപ്പറേറ്റീവ് സെക്ടേഴ്സുമായിട്ട് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് എപ്പോഴുള്ളതാണ്? 1948 വന്ന ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷനിൽ വന്നതാണ്. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് വന്ന് പ്രൊട്ടക്ഷൻ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കണം, ആ സമയത്ത് കോട്ടേജ് ഇൻഡസ്ട്രീസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഉള്ളത്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. അതുകൊണ്ടാണ് ഈ കോട്ടൺ അങ്ങനത്തെ ഇൻഡസ്ട്രീസിന് പ്രയോറിറ്റി കൊടുത്തായിരുന്നു. അടുത്തതെന്ന് വെച്ചാൽ ഫെയർ വേജസ് ആൻഡ് സെക്യൂരിറ്റീസ് ടു വർക്കേഴ്സ്. വർക്കിന് ഫെയർ വേജസ് വേണമെന്ന് ആ പോളിസിയിൽ പറഞ്ഞായിരുന്നു. ഏത് പോളിസി? 1948. അടുത്തത് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് ആരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, വർക്ക് പാർട്ടിസിപ്പേഷനും എൻഷുർ ചെയ്തായിരുന്നു. ഫോറിൻ ക്യാപിറ്റൽ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ മിക്സ്ഡ് എക്കോണമി. ഇതൊക്കെ ഏത് ഫീച്ചേഴ്സ് ആയിരുന്നു? ഇതൊക്കെ 1948 ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷന്റെ കാര്യങ്ങളായിരുന്നു. സിമ്പിൾ. ഇനി 1956 കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. 1956 റെസൊല്യൂഷനെ വേറെ ഒരു പേരിലും കൂടെ അറിയപ്പെടും, അതാണ് എക്കണോമിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഓർ ദ ബൈബിൾ ഓഫ് സ്റ്റേറ്റ് ക്യാപിറ്റലിസം. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് വെച്ചാൽ എക്കണോമിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ബൈബിൾ ഓഫ് സ്റ്റേറ്റ് ക്യാപിറ്റലിസം, അത് 1956 രണ്ടാമത്തെ പോളിസി റെസൊല്യൂഷൻ, ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ആണ് 1956 വന്നത്. അതാണ് എക്കണോമിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഓർ ബൈബിൾ ഓഫ് സ്റ്റേറ്റ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഇതിനെയാണ്. ഇനി അതിൻ്റെ സൈലന്റ് ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്ന് ഷെഡ്യൂൾ എയിൽ അവിടെയും കാറ്റഗറൈസേഷൻ നടന്നിട്ടുണ്ട്. ആദ്യത്തെ 1948 കാറ്റഗറീസ് ആക്കിയായിരുന്നു, ഇപ്പോഴും കാറ്റഗറീസ് ആക്കി. ഇപ്പം കാറ്റഗറീസ് ആക്കിയത് നേരത്തെ എന്താണ്, ഇൻഡസ്ട്രീസ്, അതർ ഇൻഡസ്ട്രീസ്, അങ്ങനെ സ്ട്രാറ്റജിക് ഇൻഡസ്ട്രീസ് അങ്ങനെയൊക്കെ അല്ലായിരുന്നു മാറ്റിയത്. കണ്ടോ,
ഇവിടെ എങ്ങനെയാണ്, ഇവിടെ ഷെഡ്യൂൾ ബി, ഷെഡ്യൂൾ സി, 3 ഷെഡ്യൂൾ ആക്കി അങ്ങ് മാറ്റി. അങ്ങനെ എന്താ ആദ്യത്തെ ഷെഡ്യൂൾ 17 ഇൻഡസ്ട്രീസ്, സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റി ഉള്ള 17 ഇൻഡസ്ട്രീസ്, അതാണ് ആദ്യം ഇരിക്കുന്നത്. ഇനി അടുത്ത ആദ്യം എന്താ പറയുന്നത്, നമുക്ക് സ്ട്രാറ്റജിക് ഇൻഡസ്ട്രീസ് എന്താ പറഞ്ഞത്, ആംസ് ആൻഡ് അമ്യൂട്ടേഷൻ, അതൊക്കെ ആർക്ക് മാത്രമേ മോണോപ്പൊളി ഉണ്ടായി, സെൻട്രൽ ഗവൺമെന്റ് മാത്രമേ മോണോപ്പൊളി ഉള്ളൂ, സ്റ്റേറ്റ് ഗവൺമെന്റിനല്ല, സെൻട്രൽ ഗവൺമെന്റ്. ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ സെൻട്രൽ ഗവൺമെന്റിന് മോണോപ്പൊളി ഉണ്ട്, പുതിയ യൂണിറ്റ്സ് വേണമെങ്കിൽ ആർക്ക് ഡെവലപ്പ് ചെയ്യാം, സ്റ്റേറ്റ് ഗവൺമെന്റ് ഡെവലപ്പ് ചെയ്യും. അതാണ് ഷെഡ്യൂൾ എ. ഇനി അടുത്ത ഷെഡ്യൂൾ ബി എന്ന് വെച്ചാൽ, ഷെഡ്യൂൾ ബിയിൽ 12 ഇൻഡസ്ട്രീസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇതെന്താണ് പബ്ലിക്കും പ്രൈവറ്റ് സെക്ടറും ആക്കാൻ പറ്റും. മനസ്സിലായോ? ഇനി all the industries which not included in schedule A and B are open to private sectors. എയിലും ബിയിലും വരാത്ത എല്ലാം പ്രൈവറ്റ് സെക്ടേഴ്സിനും കൊടുക്കണം. വളരെ സിമ്പിൾ ആയിട്ടാണ് 1956 എന്താണ് ഇൻഡസ്ട്രി പോളിസി നമുക്ക് വായിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഓക്കെ, ഇനി അടുത്ത ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് പോളിസി 1977, പിന്നെ അതുപോലെ തന്നെ 1980. ഇതൊക്കെ ജസ്റ്റ് വായിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എംഫസിസ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് വായിച്ച് തീർത്തത്. കാരണം 1991 ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് സ്ഥിരം എക്സാംസിന് ചോദിക്കാറുള്ളത്. ഇൻഡസ്ട്രി പോളിസി സ്ഥിരം കാണാറുണ്ട്. 48, 56, 48, 56 അല്ലേ? 48, 56, 90, 91. ഓക്കെ, ഇനി 90യുടെ കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ പോളിസി 90. The Janadal government announced its new industrial policy on May 31, 1990. ഇത് May 31, 1990 വന്നത്. ഇനി ഇതിൻ്റെ ഏതാണ് ഇൻവെസ്റ്റ്മെന്റ് സീലിംഗ്സ് ഫോർ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഇനി ഇവരുടെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും മക്കളെ. 1991 വന്ന പ്രശ്നങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ വന്ന പ്രശ്നങ്ങൾ 1991 വന്ന പ്രശ്നങ്ങൾ. ഓക്കെ, 1991 ഇതാണ് അവസാനത്തെ ഇൻഡസ്ട്രിയൽ പോളിസി. അതുകൊണ്ട് തന്നെ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി ഓഫ് ഇന്ത്യ 1991 ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി വന്നത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇൻഡസ്ട്രിയൽ പോളിസി ഓഫ് 1991 ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിഫോം. ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത് അറിയാമോ? ആദ്യത്തെ ഫീച്ചർ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇൻഡസ്ട്രി ഡീ ലൈസൻസിങ് പോളിസി, ലൈസൻസിങ് രാജ്. അതായത് നേരത്തെ എന്ന് വെച്ചാൽ എല്ലാ ഇൻഡസ്ട്രീസിനും ലൈസൻസ് വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെന്ത് പറ്റിയിരുന്നത്, ലൈസൻസ് കിട്ടത്തും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് സിസ്റ്റം ഏതാണ്ടൊക്കെ ഒരു റെഡ് ടേപ്പിസം എന്നൊക്കെ പറയും, ലൈസൻസ് രാജ് എന്നൊക്കെ പറയാം. അവർക്കുള്ളവർക്ക് മാത്രം ലൈസൻസ് കൊടുക്കും, ബാക്കിയുള്ളവർക്ക് എന്ത് കിട്ടത്തില്ലായിരുന്നു, ലൈസൻസ് കിട്ടത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് പറ്റി, അതുകൊണ്ട് ലൈസൻസ് കിട്ടാത്തതുകൊണ്ട് ഇറ്റ് ഹാസ് റെഡ്യൂസ്ഡ്. അതുകൊണ്ട് തന്നെ വളരെയധികം ഡിലേ ആണ് ഇവിടെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പോകുന്ന വ്യക്തിക്ക് ലൈസൻസ് കിട്ടാത്തതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഡിലേ വരാൻ തുടങ്ങി. ഡിലേ വന്നുകൊണ്ട് തന്നെയാണ് ഇൻഎഫിഷ്യൻ്റ് സ്റ്റാർട്ടപ്പ് തുടങ്ങാതെ. അത് വലിയൊരു പ്രശ്നമായിരുന്നു. 1991 ഇത് എന്ത് ചെയ്തു, ഇൻഡസ്ട്രിയൽ ഡീ ലൈസൻസിങ്. അങ്ങനെ എന്താണ് ഓൺലി 13 സെക്ടേഴ്സിന് മാത്രം ഇപ്പൊ എന്ത് മതി, ലൈസൻസ് മതി. ബാക്കിയാണ് ലൈസൻസ് വേണ്ടെന്നല്ല, വേണം, എന്നാലും വലിയ റിക്വയർമെന്റ്സിന്റെ ആവശ്യമില്ല. ഓൺലി 13 സെക്ടേഴ്സ് ആർ നൗ റിക്വയർഡ് ടു റിക്വയർ എ ലൈസൻസ് ടു സ്റ്റാർട്ട് ആൻ ഇൻഡസ്ട്രി. കണ്ടോ, സിമ്പിൾ. ഇനി ഡീ റിസർവേഷൻ ഇൻഡസ്ട്രിയൽ സെക്ടർ. ഇനി അടുത്ത പോയിന്റ് ആണ് ഡീ റിസർവേഷൻ. Only 3 sectors remain reserved for public sectors. All other sectors are open for private sector participation. 3 സെക്ടർ, ഇപ്പൊ അറ്റോമിക് എനർജി ആവട്ടെ, മൈനിങ് ആവട്ടെ, റെയിൽവേ, ഇത് മാത്രം എന്ത് പബ്ലിക് സെക്ടർ ആക്കിയത്. ഇത് മാത്രം പബ്ലിക് ആണ്. ബാക്കി എല്ലാത്തിനും എന്താണ്, ബാക്കി എല്ലാ പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷന് തുറന്നു കൊടുത്തിട്ടുണ്ട്. അടുത്ത റിഫോംസ് ഇൻ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്. ഫോംസ് ഫോക്കസ് ഓൺ എൻഹാൻസിങ് എഫിഷ്യൻസി ആൻഡ് കോമ്പറ്റീറ്റീവ്നെസ്. അതായത് എന്താണ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് കണ്ടോ, ഇവിടെ ഡിസ്കസ് ചെയ്തു. അറ്റോമിക് എനർജി, മൈനിങ്, റെയിൽവേസ്, ഇവിടെയൊക്കെ എന്താണ് ഇതെല്ലാം ഫോക്കസ് എഫിഷ്യൻസി എൻഹാൻസ് ചെയ്യാൻ ഗവൺമെന്റ് ഫോക്കസ് ചെയ്തു. കോമ്പറ്റീറ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തു. പിന്നെ ഇനി അഥവാ എന്തെങ്കിലും നഷ്ടം PSC, അതായത് ഇതൊക്കെ നഷ്ടത്തിലാണെന്ന് തോന്നുവാണെങ്കിൽ ഗവൺമെന്റ് അത് എന്ത് ചെയ്യും, പ്രൈവറ്റ് സെക്ടറിന് വിട്ടുകൊടുക്കാൻ റെഡിയായിരുന്നു. ഇതൊക്കെ 91 വന്ന സംഭവമാണ്. ഇനി അടുത്ത ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പോളിസി. എൻകറേജ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫോറിൻ ടെക്നോളജി, ഇംപ്രൂവ് ഇൻഡസ്ട്രിയൽ കോമ്പറ്റീഷൻ ആൻഡ് ബിസിനസ് എൻവയോൺമെന്റ്. സിമ്പിൾ, ഒന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി. ആൻഡ് ലൊക്കേഷൻ പോളിസി. No need for central government approvals for industries in cities with less than 1 million people. 1 million people. 1 million people താഴെയാണെങ്കിൽ എന്താണ്, സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ വേണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ മെട്രോപൊളിറ്റൻ സിറ്റീസിൽ ലൊക്കേഷൻ പോളിസി ഒന്നുമില്ല, നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റും.
ഓക്കെ, ഇനി ഫോറിൻ കൊളാബറേഷൻ, അബോളിഷൻ ഓഫ് MRTP ആക്ട്, അതായത് മൊണോപ്പൊളി ആൻഡ് റെസ്ട്രിക്റ്റഡ് ട്രേഡ് പ്രാക്ടീസ്. മൊണോപ്പൊളി ആൻഡ് റെസ്ട്രിക്റ്റഡ് ട്രേഡ് പ്രാക്ടീസ് എന്ത് ചെയ്തു? നിർത്തി. എന്നിട്ട് മൊണോപ്പൊളി, ചിലർക്ക് മാത്രമേ കുത്തക അവകാശം പോലെ ചില ട്രേഡ് പ്രാക്ടീസ് ഇവർ മാത്രമേ ചെയ്യത്തുള്ളൂ, ചിലർ ഇത് മാത്രമേ ചെയ്യത്തുള്ളൂ. അതെന്ത് ചെയ്തു? അതങ്ങ് നിർത്തലാക്കി. എന്ത് സിമ്പിൾ ആയിരുന്നു അത്. അതുപോലെയാണ് 1991 ആക്ട്, 1990 ആക്ട്, 90 പിന്നെ 48, 56. ഇതാണ് ഇൻഡസ്ട്രി പോളിസീസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൺട്രപ്രണർഷിപ്പ് ഇൻ മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ്, അതായത് MSME ആക്ട് എന്ന് പറഞ്ഞ് നമ്മൾ കുറേ ദിവസം കൊണ്ട് ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് MSME ആക്ട് 2006. എന്താണ് MSME ആക്ട് 2006 എന്ന് പറയുന്നത്? ഓക്കെ, MSME ആക്ട് 2006 ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. MSME ആക്ട് 2006 പറയുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ലാർജ് സ്കെയിൽ ആയിട്ട് ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്. പക്ഷേ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ അതിലും ഒരുപാടുണ്ട്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ് എന്ത് പറയുന്നത്, നമ്മുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. കാരണം എന്താ, നമ്മുടെ എക്കോണമിയെയും അതുപോലെ തന്നെ എല്ലാ രാജ്യത്തിന്റെ, ഏത് രാജ്യത്തിന്റെ എക്കോണമി എടുത്താലും ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതായത് മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് തന്നെ ഇറക്കിയിട്ടുണ്ട്, ഒരു ആക്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് 2006. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാലോ. MSMEs are an important part of the economy in India and many other countries. These businesses are smaller in size compared to large industries, but they play a huge role in creating jobs and supporting economic growth. എക്കണോമിക് ഗ്രോത്തിൽ സപ്പോർട്ടീവ് ആയിട്ട് ആരാണ് ഏറ്റവും കൂടുതൽ റോൾ പ്ലേ ചെയ്തിട്ടുള്ളത്? MSMEs ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ MSME കണ്ടോ, ഏറ്റവും കൂടുതൽ GDP മാനുഫാക്ചറിങ് കണ്ടോ, ഒരു കൺട്രിയുടെ GDP ഇത് കണ്ടോ, ഒരു കൺട്രിയുടെ GDP ലാർജ് പോർഷൻ ഓഫ് GDP കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാണ്? ലാർജ് പോർഷൻ ഓഫ് GDP കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് MSMEസിനാണ്. കണ്ടോ, ഇന്ത്യയിലാണെങ്കിലും MSMEs ആണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒരു രാജ്യത്തിന്റെ GDP. ഓക്കെ, ഇനി അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. The micro, small and medium enterprises are defined in India under Micro, Small and Medium Enterprises Development Act, MSMED. MSMED ആക്ടിലാണ് എന്ത് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്, എന്താണ് മൈക്രോ, എന്താണ് സ്മോൾ, എന്താണ് മീഡിയം എന്റർപ്രൈസസ് എന്ന് നമ്മൾ എവിടെയാണ് ഡിസ്കസ് ചെയ്തേക്കുന്നത്? MSMED ആക്ട് 2006 നമ്മൾ ഇതിൽ ഓരോ ടേംസും എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി. ഇതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി എക്സ്ക്ലൂഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. വളരെ സിമ്പിൾ ആണ്. മിസ് പറഞ്ഞുതരാം. മിസ് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങി. മിസ് അതിന് എന്ത് ചെയ്താൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാങ്ങിച്ചു. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാങ്ങിച്ചപ്പോൾ മിസ്സിന് 50 ലക്ഷം രൂപ. മിസ്സിന് എത്ര രൂപയായി? ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ് മിസ് തുടങ്ങുന്നത്. അപ്പം മിസ് 50 ലക്ഷം, 50 lakhs ആയി ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്. മിസ് അവിടെ മെഷീനറീസ് വാങ്ങി. ടെക്സ്റ്റൈൽസ് ആണല്ലോ, അപ്പം ക്ലോത്ത് മാനുഫാക്ചർ. അപ്പം നമ്മൾ എന്ത് ചെയ്തു? 30 lakhsന് മിസ് പ്ലാന്റ് ആൻഡ് മെഷീനറി. ഓക്കെ, പ്ലാന്റ് ആൻഡ് മെഷീനറി മിസ് വാങ്ങി. ഇതിൽ എന്ത് മാത്രമേ ഗവൺമെന്റ് കണക്കിലെടുക്കൂ? ഇത് മാത്രമേ ഗവൺമെന്റ് കണക്കിലെടുക്കൂ. അല്ലാണ്ട് ഈ കാര്യം ഗവൺമെന്റിന് വേണ്ട, ഗവൺമെന്റ് അറിയാ പോലും വേണം. ഇങ്ങനെ ഒരു സാധനം നിങ്ങൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാങ്ങാതിരിക്കും, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്തു, പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ എത്ര ഇൻവെസ്റ്റ് എന്നതാണ് എന്ത്, ഇത് സ്മോൾ ആണോ, മീഡിയം ആണോ, ലാർജ് ഇൻഡസ്ട്രി ആണോ എന്ന് നമുക്ക് മനസ്സിലാവാനുള്ള കാര്യം. ഓക്കെ, ദ മൈക്രോ സ്മോൾ ഇൻഡസ്ട്രി കണ്ടോ, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഡിഫൈൻഡ് എന്താണ് പറയുന്നത്? ഓൺ ദ ബേസ് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി. കണ്ടോ, പ്ലാന്റിലും മെഷീനറിയിലും എത്ര ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു എന്നാണ് നമ്മൾ നോക്കുന്നത്. എന്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തില്ല? ലാൻഡും ബിൽഡിങ്ങും ബാക്കി ഒരു ഇൻവെസ്റ്റ്മെന്റ്സും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ടൈപ്സ് ഓഫ്. അതായത് ആദ്യത്തത് മൈക്രോ മാനുഫാക്ചറിങ് എന്റർപ്രൈസസിൽ മൈക്രോ എന്താണ് അത് തന്നെ. അതുപോലെ ഈ എന്റർപ്രൈസസിന്റെ മാനുഫാക്ചറിങ്ങും ഉണ്ട്, കണ്ടോ, സർവീസും ഉണ്ട്. മാറിപ്പോയത്, മാനുഫാക്ചറിങ്ങും സർവീസസും ഉണ്ട്. ഓക്കെ, അപ്പൊ മാനുഫാക്ചറിങ് എന്റർപ്രൈസസിൽ ആദ്യം മൈക്രോ എന്താ? മൈക്രോ എന്ന് വെച്ചാൽ മെഷീനറിയുടെ ഇൻവെസ്റ്റ്മെന്റ് 25 lakhs വരെ എനിക്ക് ചെയ്യാൻ പറ്റും. ഒരു മെഷീനറി വാങ്ങി, മെഷീനറി എത്ര രൂപയ്ക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്? 20 lakhsന് ഇൻവെസ്റ്റ് ചെയ്തത്. അതായത് 25 lakhsന് താഴെയാണ്. 25 lakhs താഴെ, ഇല്ലെങ്കിൽ 25 lakhsന് താഴെ. അപ്പൊ ഞാൻ 20 lakhs ആണ് ഇൻവെസ്റ്റ് ചെയ്തത്. എന്തിന്? പ്ലാന്റ് ആൻഡ് മെഷീനറി. അപ്പൊ ഞാൻ ഏത് കാറ്റഗറിയിലാണ് എന്റെ ബിസിനസ് വരുന്നത്? മൈക്രോ. കേട്ടോ, മൈക്രോയിൽ വരും. അപ്പൊ അടുത്തത് 25 lakhs to 5 crore. ബിസിനസ് ആണെങ്കിൽ മിസ് 50 lakhs പ്ലാന്റ് ആൻഡ് മെഷീനറിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അപ്പൊ അതെന്താവും? അത് മൈക്രോ. കണ്ടോ, സ്മോൾ ആവും. സ്മോൾ ഇൻഡസ്ട്രീസ് ആദ്യം മൈക്രോ. ചെറിയ ഇൻഡസ്ട്രീസ്, അതായത് 25 lakhsനകത്ത് പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ഇൻവെസ്റ്റ് ചെയ്ത മൈക്രോ ആയി. അതിൽ കൂടുതൽ 25 lakhs to 5 crore ആണെങ്കിൽ അത് എന്തായി മാറി? സ്മോൾ എന്റർപ്രൈസസ് ആയി മാറി. ഇനി അടുത്ത മീഡിയം എന്റർപ്രൈസസ് 5 crore to 10 crore.
ഇപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി പ്ലാന്റ് ആൻഡ് മെഷീനറി 5 and 10 crore അല്ലേ, ഒരു 7 crores മിസ് പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങിയാൽ അത് എന്തിൽ വരും? അത് മീഡിയം എന്റർപ്രൈസസിൽ വരണം. എന്തിൽ വരണം? മീഡിയം എന്റർപ്രൈസസിൽ വരണം. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പൊ സർവീസിന്റെ കാര്യം പറയാം. സർവീസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രീസിലെ എന്റർപ്രൈസസ് ആണെങ്കിൽ അതിനെ മൈക്രോ സ്മോൾ മീഡിയം ആയിട്ട് എങ്ങനെ വരാം? ഇപ്പം 10 lakhs കണ്ടോ, ഇപ്പം മെഷീനറി വാങ്ങി മെഷീനറി എന്താണ് എക്സീഡ് ചെയ്യത്തില്ല, 10 lakhs എക്സീഡ് ചെയ്യത്തില്ല. എന്താ എക്സീഡ് ചെയ്യാത്ത? മെഷീൻ 10 lakhs എക്സീഡ് ചെയ്യുന്നില്ലെങ്കിൽ അതിൽ വരും, മൈക്രോയിൽ വരും. 10 lakhs to 2 crore ആണെങ്കിൽ എവിടെ വരും? സ്മോളിൽ വരും. ഇനി 2 crores to 4 ആണെങ്കിൽ ഏത് വരും? 2 crores to 5 crore ആണെങ്കിൽ അത് മീഡിയത്തിൽ വരും. അടുത്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് MSCs. ഇനി ആ ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്ന ഇൻഡിവിജ്വൽ ഓൺടർപ്രണേഴ്സ് ലൈക്ക് എന്താ പറയുന്നത്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫീച്ചേഴ്സ് ഓഫ് MSMEs മേക്ക് ദം യൂണിക് ആൻഡ് എസെൻഷ്യൽ. അതായത് കൂടുതൽ ഇവിടെ എന്താണ് വരുന്നത്? കൂടുതലും ഇൻഡിവിജ്വൽ ഓൺടർപ്രണേഴ്സ്, അതായത് മൈക്രോ സ്മോൾ മീഡിയം ഇൻഡസ്ട്രീസ്, വളരെ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതുകൊണ്ട് ഒരുപാട് ഇൻഡിവിജ്വൽസ് ഒരുമിച്ച് വന്നാലും ബിസിനസ് തുടങ്ങുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓൺടർപ്രണർ വരുന്നത്. ലെസ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. ഒരു 20 ലക്ഷം രൂപ ഞാൻ പ്ലാന്റ് ഇട്ടു പോട്ടെ, ഒരു 5 ലക്ഷം രൂപ പ്ലാന്റ് സ്റ്റോറിൽ ഇട്ടാൽ പോലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എനിക്ക് തുടങ്ങാൻ പറ്റില്ല, വളരെ മൈക്രോ ഇൻഡസ്ട്രി എനിക്ക് തുടങ്ങാൻ പറ്റും, മൈക്രോ എന്റർപ്രൈസ് തുടങ്ങാൻ പറ്റും. അതാണ് എന്താ? ലെസ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ്, ലേബർ ഇൻറ്റൻസീവ്, സിമ്പിൾ ടെക്നോളജി, പേഴ്സണലൈസ് സർവീസ്, ലോക്കലൈസ് ഗവൺമെന്റ് അസിസ്റ്റൻസ് ഉണ്ട്, ഫ്ലെക്സിബിൾ ആണ്, ഫ്രീ ഫ്രം റെഡ് ടേപ്പിസം, ലെസ്സർ ഗസ്റ്റേഷൻ പീരീഡ്. മൊത്തത്തിൽ പറഞ്ഞാൽ MSMEs വളരെ വളരെ എന്താണ്, ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്സും വളരെ നല്ലതാണ്. ഇനി ഒബ്ജക്റ്റീവ്സ് എന്താണ്? ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, പ്രൊഡ്യൂസ് വെറൈറ്റി ഓഫ് ഗുഡ്സ്, പല വെറൈറ്റി ഓഫ് ഗുഡ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, പ്രൊമോട്ട് ബാലൻസ്ഡ് ഡെവലപ്മെന്റ്, ഇംപ്രൂവ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. ഇതൊക്കെ വളരെ ബേസിക് പോയിന്റ്സ് ആണ് ഒബ്ജക്റ്റീവ്സിലൊക്കെ, വളരെ വളരെ ബേസിക് കാര്യങ്ങളാണ്. ഓക്കെ, ഇനി അതെന്താണ് നമുക്ക് നോക്കേണ്ടത്? ഇവിടെ ഒരു 6ന്റെ ഒരു കുറവ് ഉണ്ട്. ഓക്കെ, 2006ന്റെ കാര്യം മേളിൽ ഡിസ്കസ് ചെയ്യുന്നത് മിസ് ഒരു ബോക്സിൽ ഇട്ടേക്കും. മൈക്രോ എന്റർപ്രൈസസ് എന്താണ്? മാനുഫാക്ചറിങ് എന്റർപ്രൈസസിലും വരും, സർവീസ് എന്റർപ്രൈസസിലും വരും. അപ് ടു 25 lakhs നമുക്ക് എവിടെ പറയാം? മൈക്രോ എന്ന് പറയാം. അപ് ടു 10 lakhs ഓഫ് സർവീസ് ഇൻഡസ്ട്രീസ്. അതും എന്താണ്? അപ് ടു 10 lakhs ആണ് വരുന്നതെങ്കിൽ മൈക്രോയിൽ വരും. ഏതാണ്? സർവീസ്. സ്മോൾ സ്കെയിൽ എന്താണ്? 20 lakhs 5 crore. ഇവിടെ എന്താ? 10 lakhs 2 crore. ഇവിടെ മീഡിയം ഇൻഡസ്ട്രീസിൽ വരുമ്പോൾ 5 crores and 10 crores, 2 crores up to 5 crores. വളരെ സിമ്പിളാണ്, വളരെ വളരെ സിമ്പിൾ. ഇതിൽ കൺഫ്യൂഷൻ വരേണ്ട ഒരു ആവശ്യമില്ല. ഇനി ഫീച്ചേഴ്സ്, MSMED ആക്ട് 2006 ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഇതിന്റെ ഫീച്ചേഴ്സ്? ന്യൂ ഇനിഷ്യേറ്റീവ്. ഇതൊരു ന്യൂ ഇനിഷ്യേറ്റീവ്സ് ഓഫ് MSMEs. ഇതിന്റെ ന്യൂ ഇനിഷ്യേറ്റീവ്സ് എന്താണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ് ഡെവലപ്മെന്റ്. 2006 MSME ഡെവലപ്മെന്റ് ആക്ട് പറയുന്നത് വെച്ചാൽ എന്തിനാണ് നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? പ്രൊമോട്ട്, ഡെവലപ്പ് ആൻഡ് എൻഹാൻസ്. എന്തൊരു എൻഹാൻസ് ചെയ്യാൻ? കോമ്പറ്റീറ്റീവ്നെസ് ഓഫ് SMEs ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തുടങ്ങിയ MSMS മീഡിയം സ്മോൾ സ്കെയിൽ മൈക്രോ ഇൻഡസ്ട്രീസ്, മൈക്രോ സ്മോൾ മീഡിയം ഇൻഡസ്ട്രീസ് എന്റർപ്രൈസസിന്റെ എന്താണ്? അതിനെ അതിന്റെ കോമ്പറ്റീറ്റീവ്നെസ്സിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ആക്ട് ഇല്ലെങ്കിൽ ഡെവലപ്മെന്റ് ആക്ട് 2006 നമ്മൾ തുടങ്ങിയത്. ഓക്കെ, ഇനി എന്താണ്? ലീഗൽ ഫ്രെയിംവർക്ക് for recognizing enterprises in both manufacturing and service sectors, and it integrates small, micro and medium enterprises into a single structure. അതെന്താ? ഇതിനെല്ലാം ഇതിന് ലീഗൽ ഫ്രെയിംവർക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. എന്ത്? മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസിന് മനസ്സിലാക്കുക, ഒരു സിംഗിൾ സ്ട്രക്ചർ അല്ലെങ്കിൽ സിംഗിൾ ലീഗൽ സിസ്റ്റം ആക്ടിന്റെ അടുത്ത് കൊണ്ടുവരിക. ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? MSMED ആക്ട് 2006 ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡ് കാര്യമാണ് എന്ത്? പോളിസി പാക്കേജ്. പോളിസി പാക്കേജ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. പോളിസി പാക്കേജ് ഫോർ സെറ്റിംഗ് അപ്പ് ക്രെഡിറ്റ് ഫ്ലോ. പോളിസി പാക്കേജിൽ ഗവൺമെന്റ് കൊണ്ടുവന്ന കാര്യമാണ് കണ്ടോ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അനൗൺസ് ചെയ്ത ഒരു പോളിസി പാക്കേജ് കൊണ്ടുവന്നത്. എന്ത് പോളിസി പാക്കേജ് ആണ്? എൻഷുർ 20% year-on-year growth in credit flow to small and medium enterprises. ഇവിടെ മൈക്രോ പറഞ്ഞിട്ടില്ല, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ചേക്കണം. സ്മോൾ ആൻഡ് മീഡിയം, സ്മോളും മീഡിയം എന്റർപ്രൈസസും ഇത് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു ഗവൺമെന്റ് പറഞ്ഞു. ഓരോ വർഷം എന്താണ്? ക്രെഡിറ്റ് ലോൺ കൊടുക്കുന്നത്. ഓരോ വർഷവും കണ്ടു 20% year-on-year ഗ്രോത്ത് എന്ന് പറഞ്ഞു. 20% year-on-year ഗ്രോത്ത് എന്ന് വെച്ചാൽ ഓരോ വർഷം 20% എന്ത് ചെയ്യും? കൂട്ടി നമുക്ക് എന്ത് ചെയ്യും? ഇവർക്ക് ലോൺ കൊടുക്കാം എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. ആർക്കൊക്കെ? സ്മോൾ മീഡിയം. ഓക്കെ, അടുത്ത എന്താണ്? അടുത്ത ഇംപ്രൂവ്മെന്റ് ഇൻ ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി സ്കീം. ഇത് കൂടുതൽ എന്താ? ടെക്നോളജി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊച്ചു വലിയ സ്മോൾ ഇൻഡസ്ട്രീസ്, മീഡിയം ഇൻഡസ്ട്രീസ് ഇവർക്കൊക്കെ എന്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്? ഇവർക്ക് ടെക്നോളജി അപ്ഗ്രഡേഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി സ്കീം എന്ന് പറയുന്നത്.
ഇനി അടുത്താണ് പ്രൊമോഷണൽ പാക്കേജസ്. പ്രൊമോഷണൽ പാക്കേജസ് എന്ന് വെച്ചാൽ വളരെ വളരെ ഈസിയാണ്. നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ പ്രൊമോഷണൽ പാക്കേജ് എന്താണ് നമ്മളിത് എന്തിനാണ് ഇത് കൊണ്ടുവന്നത്? നമ്മൾ പ്രൊമോഷൻ, ഡെവലപ്മെന്റ്, എൻഹാൻസ്മെന്റ് ഓഫ് കോമ്പറ്റീറ്റീവ്സ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തില്ല. ഇതിന് വേണ്ടിയിട്ട് തന്നെ MSME ആക്ട് 2006 നമ്മൾ ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ഇനി ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ലോ. പിന്നെ നമ്മൾ ചിന്തിച്ചത് ഗവൺമെന്റ് കൊണ്ടുവരണം എന്ന് തീരുമാനിച്ച കാര്യമാണ് ഇതിന് ലിമിറ്റഡ് ലയബിലിറ്റി പോലെ, അതായത് പാർട്ട്ണർഷിപ്പ് പോലെയും ലിമിറ്റഡ് ലയബിലിറ്റി പോലെയും ഒരു എന്റർപ്രൈസ് ഇല്ലെങ്കിൽ ഒരു ബിസിനസ് പോലെ കൊണ്ടുവരുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു എന്ന് ഗവൺമെന്റ് വിചാരിച്ചു. പക്ഷെ അത് കൊണ്ടുവന്നില്ല, ആക്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഇനി ക്രെഡിറ്റ് സപ്പോർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യില്ലേ, സ്മോൾ ഇൻഡസ്ട്രീസ്, മീഡിയം ഇൻഡസ്ട്രീസിന് എങ്ങനെ കൊടുക്കും? ഓരോ വർഷവും 20% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കും? ലോൺ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, സപ്പോർട്ട് ടു SIDBI. ഇതെന്താ? സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതിനെന്താണ് സപ്പോർട്ട് കൊടുക്കാം? SIDBI എന്ത് ചെയ്യും? അവരുടെ ക്രെഡിറ്റ് ഓപ്പറേഷൻസ് മൈക്രോ എന്റർപ്രൈസസ്. ആർക്കാണ് ഇത്? മൈക്രോയ്ക്കാണ്. മൈക്രോ എന്റർപ്രൈസസിന് എന്ത് ചെയ്യും? 50 lakh ബെനിഫിഷ്യറീസിനെങ്കിലും കൊടുക്കുമെന്ന് അവർ എന്ത് പറഞ്ഞു? 2006-07 സമയത്ത് ഈ ആക്ട് പറഞ്ഞായിരുന്നു. റിസ്ക് ക്യാപിറ്റൽ ഫണ്ട് അറിയാം. എന്ത് ചെയ്തു? SIDBI എന്ത് പറഞ്ഞു? അവർ റിസ്ക് ക്യാപിറ്റൽ ഫണ്ട് കൊടുക്കാമെന്ന് 2006-07 സമയത്ത് പറഞ്ഞു. ഇതെല്ലാം 2006-07, കാരണം ഈ ആക്ട് എപ്പോഴാണ് സംഭവിച്ചത്? 2006-ലാണ്. അപ്പം ആ ഒരു ടൈമിലാണ് ഈ പ്ലാൻസ് എല്ലാം കൊണ്ടുവന്നത്. ഓക്കെ, ഇനി ഇൻസെൻറ്റീവ്സ് ഫോർ പബ്ലിക് സെക്ടർ ബാങ്ക് കോൺട്രിബ്യൂട്ട്, അതായത് ടു എൻകറേജ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് to contribute to the credit guarantee fund, the feasibility of allowing tax deductions for the contributions will be examined. ഇതെല്ലാം നമ്മൾ എവിടെ ആരുടെ ഫീച്ചേഴ്സ് ആണ്? ഇതെല്ലാം MSME ആക്ടിന്റെ ഫീച്ചേഴ്സ് ആണ്. സിമ്പിൾ ആണ്, വളരെ വളരെ സിമ്പിൾ കാര്യങ്ങളാണ്. ഓക്കെ, ഇനി അടുത്ത കാര്യം ഫിസ്ക്കൽ സപ്പോർട്ട് എന്ന് വെച്ചാൽ ഇൻക്രീസ് ഇൻ GEE ലിമിറ്റ്. GEE ലിമിറ്റ് എന്ന് വെച്ചാൽ മക്കളെ ജനറൽ എക്സൈസ് എക്സംഷൻ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് നമ്മൾ കൊടുക്കുന്ന ടാക്സ് ആണ് നമ്മൾ പറയുന്നത്, അല്ലേ? അതായത് എന്താണ്? ഇപ്പം സെയിൽസ് കൂടുകയാണ്. ഇപ്പം ഗവൺമെന്റ് സെയിൽസ് ഇപ്പം 1 കോടിക്ക് ക്രോറിന് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ടാക്സ് അടയ്ക്കണം എന്ന് പറയാണ്. ഇപ്പം നമുക്കൊരു എക്സംഷൻ വന്നു. നിങ്ങൾ സെയിൽസ് 2 കോടിയിലെ സെയിൽസ് ഒരു 3 കോടി ആയിട്ട് ടാക്സ് ഇത്ര ശതമാനം അടച്ചാൽ 18% അടച്ചാൽ മതി. 3 crores വരെ സെയിൽസിന് ഇതില്ല, ടാക്സ് ഇല്ല എന്ന് ഗവൺമെന്റ് പറയുവാണെങ്കിൽ അതൊരു എക്സംഷൻ അല്ലേ? അപ്പം ഗവൺമെന്റ് ആ സമയത്ത് എന്താണ് വിചാരിച്ചത്? ഇൻക്രീസ് ഇൻ GEE ലിമിറ്റ്, അതായത് ഇങ്ങനെ ഇൻക്രീസ് കൊണ്ടുവരുവാണെങ്കിൽ ആർക്കാണ് നല്ലത്? എക്സംഷൻ കൊണ്ടുവരും. എക്സംഷൻ ആണ് പറഞ്ഞത്. ഇങ്ങനെ എക്സംഷൻ 1 crore നിന്ന് 3 crores വരെ എക്സംഷൻ കിട്ടുവാണെങ്കിൽ ആർക്കായിരിക്കും നല്ലത്? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ MSMEക്ക് നല്ലതായിരുന്നു എന്ന് പറയുന്നു. ഓക്കെ, ഇനി അടുത്തതാണ് സപ്പോർട്ട് ഫോർ ക്ലസ്റ്റർ ബേസ്ഡ് ഡെവലപ്മെന്റ്സ് എന്ന് വെച്ചാൽ ക്ലസ്റ്റർ ബേസ്ഡ് പ്രോഗ്രാംസ് ഒരുപാട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു MSME ആക്ട് വഴി. അപ്പോൾ അതിന് സപ്പോർട്ട് കൊടുക്കണം എന്നാണ് അവിടെ സിമ്പിൾ ആയിട്ട് പറയുന്നത്. അതായത് കണ്ടോ, ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അപ്ഗ്രഡേഷൻ പ്രോഗ്രാംസ്, ട്രെയിനിങ് പ്രോഗ്രാംസ്, ഇതുപോലത്തെ സിമ്പിൾ പ്രോഗ്രാംസ് കൊടുത്ത് എന്താ ആ സമയത്ത് ട്രെയിനിങ് കം പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, TDPCs, അതുപോലെ തന്നെ സെൻട്രൽ ഫുഡ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ എല്ലാം പ്രൊമോട്ട് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് പറ്റുന്നത്? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കൂടുതലും ഡെവലപ്പ് ആവാൻ സഹായിക്കുമായിരുന്നു. അതാണ് നമ്മൾ ഈ പോയിന്റ്സിലെല്ലാം പറയുന്നത്. അസിസ്റ്റന്റ് ഫോർ ISO സർട്ടിഫിക്കറ്റ്സ് കണ്ടോ, അതായത് എക്സ്പാൻഡഡ് സ്കോപ്പ് ഓഫ് സർട്ടിഫിക്കേഷൻസ്, ഇങ്ങനത്തെ സർട്ടിഫിക്കേഷൻസ് ആവട്ടെ, സ്കോപ്സ് ആവട്ടെ, ഇതൊക്കെ കൊണ്ടുവന്നാൽ ആരുടെ എഫിഷ്യൻസി നമുക്ക് കൂട്ടാൻ പറ്റുന്നത്? MSMEയുടെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. മാർക്കറ്റിംഗ് സപ്പോർട്ട്, ബഡ്ജറ്റ് സ്പീച്ചിൽ 2006-07 സമയത്ത് എന്ത് പറഞ്ഞു? നാഷണൽ മാനുഫാക്ചറിങ് കോമ്പറ്റിറ്റീവ്നെസ് പ്രോഗ്രാം അനൗൺസ് ചെയ്തത്. എന്തിന്? മാർക്കറ്റിംഗ് സപ്പോർട്ട് കൂട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അടുത്ത നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു സപ്പോർട്ട്, എന്തൊക്കെ സപ്പോർട്ട് കൊടുക്കാമെന്ന ഈ ഒരു ആക്ടിൽ പറഞ്ഞായിരുന്നു. എന്തൊക്കെ സപ്പോർട്ടിന്റെ ഫീച്ചേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പറഞ്ഞായിരുന്നു ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് കൊടുക്കുമെന്ന് പറഞ്ഞു. ട്രെയിനിങ്, ഓൺടർപ്രണേഴ്സിനെ ട്രെയിൻ ചെയ്യും. എത്ര ഓൺടർപ്രണേഴ്സിനെ? 50,000 ഓൺടർപ്രണേഴ്സിനെ എങ്കിലും ട്രെയിൻ ചെയ്യും എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഏത് സമയത്താണ്? ഇതൊക്കെ MSME ആക്ട് 2006ന്റെ കാര്യങ്ങൾ പറഞ്ഞത്. ആ ആക്ടിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. 2006-07 സമയത്ത് ഗവൺമെന്റ് പറഞ്ഞതായിരുന്നു. സപ്പോർട്ട് ഫോർ ഓൺടർപ്രണീരിയൽ ക്ലബ്, capacity build industry enterprise association, study for enhancing competitiveness in service and business sector. ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്. ഇതൊക്കെ ഏതാണ്? MSME ആക്ടിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി എംപവർമെന്റ് ഓഫ് വുമൺ ഓൺഡ് എന്റർപ്രൈസസ്. ഇപ്പം വുമൺ ഓൺഡ് എന്റർപ്രൈസസ് ആണെങ്കിൽ സ്ത്രീകളായിട്ട് തുടങ്ങുന്ന ഒരു എന്റർപ്രൈസ്, അതിപ്പോൾ സ്മോൾ ആവട്ടെ, മീഡിയം ആവട്ടെ, മൈക്രോ ആവട്ടെ, എന്താണ് 80% ഗ്യാരണ്ടി കവർ. അതായത് 80% ഗ്യാരണ്ടി കവർ ഏതിനൊക്കെ ആയിരുന്നു? മൈക്രോയ്ക്കും സ്മോളിനും. മീഡിയത്തിനല്ല, മൈക്രോയ്ക്കും സ്മോളിനും. മൈക്രോ ഇൻഡസ്ട്രി, അതായത് ഞാൻ പ്ലാന്റ് ആൻഡ് മെഷീനറി 20 lakhs ആണ് ഇൻവെസ്റ്റ് ചെയ്തത്.
അപ്പം ഞാൻ ലോൺ എടുത്തു, എനിക്ക് റീപേ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാനൊരു 10 ലക്ഷം രൂപ ലോൺ എടുത്തു. ബാക്കി 10 ലക്ഷം രൂപ എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ 7% എന്ന് വെച്ചാൽ എന്താ? 8 lakhs. 80% ആണ് 8 lakhs. 8 lakhs ആര് റീപേ ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഗവൺമെൻറ് കണ്ടോ 80% ഗ്യാരണ്ടി കവർ കൊടുക്കാമെന്ന് പറഞ്ഞാൽ മൈക്രോയ്ക്കും സ്മോളിനും. ഏതാണിത്? വുമൺ ഓൺഡ് എൻ്റർപ്രൈസസിന് മാത്രം, വുമൺ ഓൺ ചെയ്ത എൻ്റർപ്രൈസസിന്. ഓക്കെ, അതാണ് ആ സമയത്ത് വന്ന വുമൺ ഓൺഡ് എൻ്റർപ്രൈസസിന് വന്ന ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് സ്കീം എന്ന് പറയുന്നത്. പിന്നെ കൺസെഷൻസ്, ഫെസിലിറ്റേറ്റിംഗ് സപ്പോർട്ട്സ് വുമൺ ഓൺടർപ്രണേഴ്സ്. വളരെ സിമ്പിളാണ്. ഇനി അടുത്തതാണ് പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന, PMRY. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PMRY പറയുന്നതെന്ന് വെച്ചാൽ PMRY ലോഞ്ച് ചെയ്തത് 1993 ആണ്. ഇതിൽ പറയുന്നതെന്ന് വളരെ സിമ്പിളാണ്. എഡ്യൂക്കേറ്റ് ചെയ്ത യൂത്ത് ഉണ്ട്, എഡ്യൂക്കേഷൻ ഉള്ള യൂത്ത് ഉണ്ട്, പക്ഷെ അവർക്ക് എന്താണ്? അൺഎംപ്ലോയിഡ് ആണ്, അവർ അൺഎംപ്ലോയിഡ് ആണ്. അങ്ങനെയുള്ളവർക്ക് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ്, ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീം, അങ്ങനെയുള്ളവർക്ക് ക്രെഡിറ്റ് ലിങ്ക് ചെയ്ത് സബ്സിഡി സ്കീം കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു പുതിയ ഓൺടർപ്രണർ ആവാം, ഇല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കാമെന്ന് പറഞ്ഞു. ഗവൺമെൻറ് അങ്ങനത്തെ പ്രോഗ്രാംസ് കൊണ്ടുവന്നായിരുന്നു. 1993 കൊണ്ടുവന്ന് അത് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യാൻ 2006 പറ്റിയിട്ടുണ്ട്. 2006 അവരെന്താണ് പറഞ്ഞത്? ബൈ ദ എൻഡ് ഓഫ് 25-26 അതുകൊണ്ട് തന്നെ 38.09 ലാക്ക് ഇൻഡിവിജ്വൽസിന് ഇതുവഴി എന്ത് കിട്ടി? ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടി. മനസ്സിലായോ? വെരി സിമ്പിൾ. പിന്നീട് ഒരു റീസെൻറ്റ് റിവ്യൂവിൽ വന്നേക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും പിന്നീട് എന്താണ്? എഡ്യൂക്കേഷൻ ഉണ്ട്, പക്ഷെ അൺഎംപ്ലോയിഡ് ആണ്. പിന്നീട് എല്ലാവർക്കും ഈ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യണമെന്നില്ല. പിന്നെ അത് ഫാമിലി ഇൻകം എത്രത്തോളം ഉണ്ട്, എലിജിബിൾ ആവണം ഈ ഒരു സ്കീമില്ലെങ്കിൽ, ഈ ഒരു ലോണിന് എലിജിബിൾ ആണെങ്കിൽ എന്ത് വേണം? ഫാമിലി ഇൻകം അവർ നോക്കി തുടങ്ങി. പ്രോജക്റ്റ് കോസ്റ്റ്, സീലിംഗ്, സബ്സിഡി സീലിംഗ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് മാത്രമേ ഇപ്പം എന്ത് ചെയ്യൂ? PMRY ഇപ്പോൾ കൊടുക്കത്തുള്ളൂ. ഓക്കെ, വെരി വെരി സിമ്പിൾ. ഇനി നമ്മുടെ അവസാന ടോപ്പിക്കാണ് ഏത്? ബെനിഫിറ്റ്സ് ഓഫ് MSMEs Act 2006. 2006 MSME ആക്ടിൻ്റെ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന കാര്യങ്ങൾ. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി ഫസ്റ്റ് വണ്ണാണ് ഇത് ബെനിഫിറ്റ്സ് ആണ്. പ്രിഫറൻസ് ഇൻ പ്രൊക്യൂറിംഗ് ഗവൺമെൻറ് ടെൻഡേഴ്സ്. ഇനി ഇവിടെ പ്രിഫറൻസ് എന്ന് പറയുമ്പോൾ പബ്ലിക് പ്രൊക്യൂർമെൻറ്റ് പോളിസി 2012 പബ്ലിക് പ്രൊക്യൂർമെൻറ്റ് പോളിസി പ്രകാരം ഗവൺമെൻറ് കൊണ്ടുവന്ന് വെച്ചാൽ ഗുഡ്സ്, അതായത് ഗവൺമെൻറ് എന്ത് വേണം? ഗവൺമെൻറ് ആനുവൽ പ്രൊക്യൂർമെൻറ്റ്, ഗവൺമെൻറ് കുറേ സാധനങ്ങൾ ഗവൺമെൻറ്റിന് ആവശ്യമുണ്ട്. ഇതിൽ 20% അതിൽ നിന്ന് എടുക്കുമെന്ന് പറഞ്ഞാൽ MSMEs നിന്ന്, മൈക്രോ സ്മോൾ മീഡിയം ഇൻഡസ്ട്രീസിൽ നിന്ന് ഗവൺമെൻറ് പർച്ചേസ് ചെയ്യാം എന്ന് പറഞ്ഞു. അതാണ് എന്ത്? ഫസ്റ്റ് പോയിന്റ്. പ്രൊക്യൂറിംഗ് ഗവൺമെൻറ് ടെൻഡേഴ്സ്. പ്രൊക്യൂറിംഗ് ഗവൺമെൻറ് ടെൻഡേഴ്സിൽ എന്താണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ mandates that 20% of annual procurement by central government ministry, department, public sector undertakings എവിടെ നിന്ന് എടുക്കും? ഇവർക്ക് ആവശ്യമുള്ള 20%. നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. 20% ആരിൽ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞാൽ MSMEs എടുക്കാമെന്ന് പറഞ്ഞു. വെരി സിമ്പിൾ. അങ്ങനെ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവർ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റേഴ്സ് എന്ന് പറയും. DIC ഉണ്ട്, DIC ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റേഴ്സ്. ഓക്കെ, ഇൻഡസ്ട്രി സെൻറ്റേഴ്സ് DICയിൽ എന്തായിരിക്കണം? രജിസ്റ്റേർഡ് ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനിലും, ഇല്ലെങ്കിൽ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിലാവട്ടെ, ആ കമ്മീഷനിലാവട്ടെ, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസിലാവട്ടെ, ഇവിടെയൊക്കെ എന്ത് ചെയ്തിരിക്കണം? ഇവിടെ എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്ത ഒരു യൂണിറ്റ് ആയിരിക്കണം, മൈക്രോ സ്മോൾ മീഡിയമോ ആയിരിക്കണം. അതുപോലെ തന്നെ ഇവർക്ക് ഓൺലൈനായിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്, രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? ഉദ്യോഗ് ആധാർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യും? അവിടെ നിന്ന് തന്നെ അവർക്ക് രജിസ്റ്റർ ചെയ്താൽ മതി. ഓക്കെ, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡിലേ ഇൻ പേയ്മെന്റ് ഫ്രം ബയേഴ്സ്. ഇനി ബയേഴ്സ്, അതായത് സാധനങ്ങൾ മൈക്രോ ഇൻഡസ്ട്രി, സ്മോൾ ഇൻഡസ്ട്രി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അവർ പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അതിനെന്ത് പ്രൊട്ടക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ആക്ടിൽ. 45 days. എന്താണ്? 45 days ആണ് മാക്സിമം ലിമിറ്റ്. ഇതിനകത്ത് എന്ത് ചെയ്തിരിക്കണം? പൈസ കൊടുത്തിരിക്കണം. അവർ എത്ര രൂപയാണ് ക്യാഷ് വാങ്ങിച്ചത്, ക്യാഷിന് സാധനങ്ങൾ വാങ്ങിച്ചത് കൊടുത്തിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്ത് പറ്റും? നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം. എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്? ബാങ്ക് റേറ്റ്. ഇപ്പോൾ ബാങ്ക് റേറ്റ് 5% ആണെങ്കിൽ ബാങ്ക് റേറ്റ് 5%, അതിൻ്റെ 3 times എന്ന് വെച്ചാൽ 5, 10, 15, 3 times എത്രയാണ്? 15% എന്താണ്? ഇൻട്രസ്റ്റ് ആയിട്ട് ഓരോ ദിവസവും കൊടുക്കണം. എത്ര ദിവസം? ഇപ്പം ഡിലേ വന്നത് ഇന്നായിരുന്നു 45 days കംപ്ലീറ്റ് ചെയ്തത്. ഈ 45 daysനകത്ത് മിസ് എന്ത് ചെയ്തു? ആ പൈസ കൊടുത്തില്ല, മിസ്സിന് ഡിലേ വന്നു. അപ്പോൾ മിസ് എന്ത് ചെയ്യും? മിസ് ഇന്നോട്ട് ബാങ്ക് റേറ്റ് എത്രയാണോ അതിൻ്റെ 3 ഇരട്ടി തുക എന്തെങ്കിലും ഇൻട്രസ്റ്റ് ആയിട്ട് അതിന് കൊടുത്തോണ്ടേ ഇരിക്കണം. ഓക്കെ, ഇനി റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം റെസൊല്യൂഷനായിട്ട് അവർ പറയും നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കും, ഇല്ലെങ്കിൽ ഒന്ന് നെഗോഷിയേഷനിലേക്ക് പോകാമെന്ന് പറയും. പക്ഷെ അത് നടന്നില്ലെങ്കിൽ നമുക്ക് എന്താണ്?
ഫെസിലിറ്റേഷൻ കൗൺസിൽ ഉണ്ട്, ഡിസ്പ്യൂട്ട് റിസോൾവ് ചെയ്യാൻ വേണ്ടി. കണ്ടോ? അങ്ങനെ അടുത്ത കോൺസ്റ്റിറ്റ്യൂഷണൽ നാഷണൽ ബോർഡ് ഫോർ MSMEs നേരിടുന്ന പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആരുണ്ട്? നാഷണൽ ബോർഡ് ഓഫ് MSMEs ഉണ്ട്. ഇവരാണ് എന്ത്? അഡ്വൈസറി ബോർഡാണ്. ഓക്കെ, MSMEസിന് ഇപ്പോൾ ഇത്ര പ്രശ്നങ്ങളുണ്ട്, അവർക്ക് ഇത്ര ഫണ്ടിൻ്റെ ആവശ്യമുണ്ട്, ഗവൺമെൻറ് ഇങ്ങനെ ഇടപെടണം, അങ്ങനെ ഇടപെടണം. ആരാ പറയുന്നത്? നാഷണൽ ബോർഡ് ഫോർ MSMEs ആണ് പറയുന്നത്. ഈസ് അവൈലബിലിറ്റി ഓഫ് ഫൈനാൻസ്. ഇപ്പം എന്താണ്? MSMEസിന് ഫൈനാൻസ് കൊടുക്കാൻ അവൈലബിലിറ്റി എന്താണ്? ഈസി അവൈലബിലിറ്റി ഉണ്ട്. കൊളാട്രൽ കൊടുക്കാതെ തന്നെ എന്ത് ചെയ്യാം? ഫണ്ട്സ് കിട്ടാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത എന്താ? സ്പെഷ്യൽ ബെനിഫിറ്റ്സ് എന്താ? സ്റ്റാമ്പ് ഡ്യൂട്ടി എക്സംഷൻ ഉണ്ട്, ഒക്ട്രോയ് ബെനിഫിറ്റ്സ്, കൺസെഷൻസ് ഇൻ ഇലക്ട്രിസിറ്റി ബിൽ, ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സും ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. ആർക്കാണ് ഇതൊക്കെ കൊടുത്തിട്ടുള്ളത്? MSMED ആക്ട് പ്രകാരം, ആക്ട് 2006 പ്രകാരം ആർക്കാണ്? MSMEസിന് കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിൾ. കണ്ടോ? ഇതൊക്കെ എന്ത് സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചെടുത്തത്. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. എന്ത്? സെക്കൻഡ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോയിന്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് 1 2 വട്ടം ഒന്ന് വായിച്ചു നോക്കിയാൽ തീരാവുന്നതേ ഇതിലുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് വളരെ ഭംഗിയായിട്ട് പഠിച്ചു തീർക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് വേണം? നിങ്ങളിത് കമൻറ്റ് ബോക്സിൽ ചോദിക്കണം. ഓക്കെ, അപ്പോൾ ഈ നോട്ട്സ് ഒക്കെ നിങ്ങൾ ഇത് നോക്കി പഠിച്ച് വെച്ചിട്ട് എക്സാമിന് പോയിട്ട് ഭംഗിയായിട്ട് പഠിച്ച് എഴുതിയാൽ മാത്രം മതി. ഇതിലുള്ളത് ഇതുപോലെ എഴുതണമെന്നൊന്നുമില്ല. ഇതിലുള്ളത് ജസ്റ്റ് എന്താ റെഫർ ചെയ്യുക, വായിക്കുക, എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എഴുതുക. സിമ്പിൾ, ദാറ്റ് സിമ്പിൾ. ഓക്കെ, അപ്പോൾ മിസ് പോകുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ് കാണാം. ബൈ ബൈ.